പല മാധ്യമങ്ങളും PPE കിറ്റ്, കള്ളി, കോവിഡ് റാണി എന്നൊക്കെ ആ പേരുകളൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. കാരണം നമുക്കത് ആരോഗ്യവകുപ്പിന്റെ കയ്യിലുള്ള PPE തീർന്നിരിക്കുന്നു ഒന്നാം വേവ് വരുന്ന ഘട്ടത്തിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അടിയന്തരമായിട്ട് PPE ശേഖരിക്കണം. ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനെ അപായപ്പെടുത്താൻ പറ്റില്ല. ഡോക്ടർമാരെയും നഴ്സുമാരെയും അവർക്ക് സുരക്ഷാ ഉപകരണങ്ങളില്ലാതെ അവരെ രോഗികളുടെ അടുത്ത് അയക്കാൻ പറ്റില്ല. ഈവൺ ഇത് ആളുകൾ വന്ന് പനി പരിശോധിക്കുമ്പോൾ പോലും ഇത് ഇടണമല്ലോ. ഏത് പനിയാണ് കോവിഡ് എന്ന് മനസ്സിലാവൂലല്ലോ. അപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ മാർക്കറ്റിൽ അന്ന് ഇത് അപ്രത്യക്ഷമായി. കാരണം ചൈന ലോക്ക്ഡൗൺ ആയല്ലോ. ഈ റോ മെറ്റീരിയൽസ് അധികവും ചൈനയിൽ നിന്നാണ് കമ്പനികൾ വാങ്ങിയിരുന്നത്. അപ്പോൾ ഈ അടിച്ചു വെച്ച സാധനങ്ങളൊക്കെ, തയ്ച്ചു വെച്ച സാധനങ്ങളൊക്കെ തീർന്നു. പിന്നെ ഒരു കമ്പനിയുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. അത് പെട്ടെന്ന് അപേക്ഷിച്ചാൽ കിട്ടും. പക്ഷേ മാർക്കറ്റിൽ ഈ സാധനം ഇല്ലാണ്ടിരിക്കുമ്പോൾ മുതലാളിത്തത്തിന്റെ തന്ത്രം ഉണ്ടല്ലോ, പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും. അപ്പോ കരിഞ്ചന്ത തന്നെ ഉണ്ടായി. അവർ വില കൂട്ടി. 1500 രൂപ എന്നാലേ തരൂ. ഇത്ര രൂക്ഷമായ സാഹചര്യത്തിൽ 1500 രൂപക്കേ തരുള്ളൂ എന്ന് കമ്പനി. നമ്മളാണ് ഈ കമ്പനിയോട് കഴിയുന്നതും വില പേശിയിട്ടും കുറക്കുന്നില്ല. അവർക്ക് കുഴപ്പമില്ല, നമ്മൾ വാങ്ങിയിട്ടില്ലെങ്കിലും ആവശ്യക്കാർ ഇങ്ങനെ നിൽക്കുക. അവരുടെ അടുത്ത് കുറച്ചേ സ്റ്റോക്കുള്ളൂ, അവർക്ക് ആർക്ക് വേണമെങ്കിലും എടുത്തു കൊടുക്കാം ആ പൈസക്ക്. അപ്പോഴാണ് ഈ കോർ കമ്മിറ്റി ആലോചിച്ചിട്ട് അതിൻ്റെ അകത്ത് നിന്ന് പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചത്. നമ്മൾ 50,000 എണ്ണത്തിന് ഓർഡർ ചെയ്തു. പക്ഷേ കമ്പനി തന്നില്ല. കാരണം അവർക്ക് ഒരുപാട് ആളുകളുണ്ട്, ആവശ്യക്കാർ. അവരെല്ലാം തൃപ്തിപ്പെടുത്താൻ അവരുടെ കയ്യിലുള്ള സ്റ്റോക്ക് പലർക്കുമായി വീതിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് 50,000 ചോദിച്ചെങ്കിലും 15,000 തന്നുള്ളൂ. പക്ഷെ ആ 15,000 കിട്ടിയത് വലിയ ഉപകാരമായി. ബന്ധം, പേരാവരുമായിട്ട് നമ്മളൊരു നാഭീനാള ബന്ധം എന്ന് പറയാറില്ലേ, ആ ഒരു ബന്ധമുള്ള ഒരു നൊസ്റ്റാൾജിയ എപ്പോഴും എൻ്റെ വീട്, എൻ്റെ നാട്, എൻ്റെ കുട്ടിക്കാലം, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും. പ്രായമാകുമ്പോൾ അത് കൂടും. പ്രായമാകുമ്പോൾ അത് അമ്മൂനിപ്പം മനസ്സിലാവില്ല. നമുക്ക് പ്രായം കൂടുമ്പോ ആ കുട്ടിക്കാലത്തെ ബന്ധങ്ങൾ. ടീച്ചർ പലതവണ പ്രായമായ കാര്യം പറഞ്ഞു, അങ്ങനെ കാഴ്ചകൾ അനുഭവപ്പെടുന്നില്ല. ആളുകളെ കൊണ്ട് തോന്നിപ്പിക്കില്ല. ഇല്ല, മനസ്സിനും ഇതിനും രാഷ്ട്രീയ പ്രവർത്തനത്തിനും ചെറുപ്പം തന്നെയാണ്. നമസ്കാരം ടീച്ചർ. ടീച്ചറെ നമുക്ക് കിട്ടുമെന്ന് ടീച്ചറിന്റെ തിരക്കിനിടയിലൊക്കെ വലിയ സന്തോഷം. എന്തായാലും ഞാന് തുടക്കത്തിൽ തന്നെ ടീച്ചറോടൊരു കാര്യം ചോദിക്കുന്നത്, നമ്മളിപ്പോ ഞങ്ങളെല്ലാരും പുതിയ തലമുറയാണെങ്കിലും ശൈല ടീച്ചർ എന്ന് പറഞ്ഞേ നമുക്കറിയുള്ളൂ. അതിനു മുമ്പ് KK ശൈലജ എങ്ങനെയാണ് CPIM-ലേക്ക് വരുന്നത്, ഒരു കണ്ണൂർക്കാരി എങ്ങനെയാണ് അതിലേക്ക് കടന്നത്, പിന്നീട് സജീവ രാഷ്ട്രീയ പ്രവർത്തക, ആ കാലത്തിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാമോ? തീർച്ചയായിട്ടും. ഞാന് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഞാനായി തീരുമെന്ന് ഒരുപക്ഷെ എൻ്റെ വീട്ടുകാരും കരുതിയിട്ടുണ്ടാവില്ല, ഞാനും കരുതിയിട്ടുണ്ടാവില്ല. കാരണം ഞാൻ ചെറുപ്പത്തിലൊക്കെ കുറച്ചൊരു ലജ്ജാലുമായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അമ്മയുടെ ഒരേ ഒരു കുട്ടിയാണ്. അമ്മയുടേത് മാത്രമല്ല, അന്ന് ഞങ്ങളുടെ വീട്ടിൽ പൊതുവെ കുട്ടികൾ കുറവായിരുന്നു. അപ്പോൾ ഇളയമ്മക്ക് ഒരു മകളുണ്ടായിരുന്നത്, അവള് എൻ്റെ 3 വയസ്സിന് ഇളയതായിരുന്നു. ആ കുട്ടി മരിച്ചുപോയി. 3 വയസ്സാകുമ്പോഴേക്കും അവൾ മരിച്ചുപോയി. ഞാനന്ന് 6 വയസ്സോ മറ്റാണ് എനിക്കുള്ളത്. അപ്പോൾ ആ ഇളയമ്മക്ക് പിന്നെ കുട്ടികളില്ല. അവരുടെയും മകളായിട്ടാണ് വളർന്നു വന്നത്. പിന്നെ അമ്മയുടെ അമ്മയുണ്ട്, വല്യമ്മ എന്നാ വിളിക്കുന്നത്, വല്യമ്മയുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും ഒരു കുട്ടിയായിട്ടാണ് ഞാൻ വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഉള്ള ചില ദോഷവശങ്ങൾ ഉണ്ടല്ലോ, കാര്യമായിട്ട് ശകാരിക്കാതിരിക്കുക, അങ്ങനെയെല്ലാം ഉള്ള ഒരു അതിലാളനെ ഏറ്റു വളരുന്ന കുട്ടികളുടെ എല്ലാ പോരായ്മ എനിക്കുണ്ടായിരുന്നു. അന്ന് ചെറുതായിട്ട് ആരെങ്കിലും ഒന്ന് ദേഷ്യപ്പെട്ടാൽ തന്നെ കരച്ചിൽ വരിക, അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിനൊരു മറുവശമുണ്ട്. എൻ്റെ കുടുംബം ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമായിരുന്നു. ഈ പറഞ്ഞ വല്യമ്മയ്ക്ക് 5 ആങ്ങളമാരാണ് ഉണ്ടായിരുന്നത്. അവരിൽ 3 പേർ സജീവ രാഷ്ട്രീയ പ്രവർത്തകരാണ്. അത് നേരത്തെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ വലിയ തോതിൽ പ്രവർത്തിച്ച ആളാണ് MK രാമുണ്ണി എന്ന് പറയുന്ന എൻ്റെ അമ്മാവൻ. അതുപോലെ അതിന് താഴെയുള്ള MK കൃഷ്ണൻ, അതുപോലെ MK ദാമോദരൻ. ഇവർ രണ്ടുപേരും ഇതുപോലെ സാധാരണ നാട്ടുപുറത്തെ പ്രവർത്തകർ. രാമുണ്ണി മാമൻ കുറച്ചും കൂടി സജീവമായിട്ട് ഉള്ള ഒരു പ്രവർത്തകനാണ്. അന്ന് പറയുക, ഈ താലൂക്ക് എന്നെല്ലാം പറയുന്നതിന് പകരം ഫർക്ക എന്നാണ് പറയുക. അവിടുത്തെ ഇരിക്കൂർ ഫർക്കയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവായിരുന്നു രാമുണ്ണി മാമൻ. പിന്നീട് കമ്മ്യൂണിസ്റ്റ് ആശയഗതികൾ സമൂഹത്തിൽ വ്യാപിച്ചപ്പോൾ 30കളിൽ 40കളുടെ തുടക്കത്തിലും. അപ്പോൾ സ്വാഭാവികമായിട്ടും രാമുണ്ണി മാമനെ ഈ കമ്മ്യൂണിസ്റ്റ് ആശയം സ്വാധീനിച്ചു. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മാറി പതിയെ. അപ്പോൾ ഒരേ സമയം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിപ്പിച്ച കർഷക സമരങ്ങളിലുമെല്ലാം പങ്കെടുത്തിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ വേട്ടയാടപ്പെട്ട ഒരു കാലമായിരുന്നു അന്ന്. അത് തന്നെ ഈ അമ്മാവന്മാർക്കും അനുഭവിക്കേണ്ടതായിട്ട് വന്നു. രാമുണ്ണി അമ്മാവൻ അവിടുത്തെ ജന്മിയെ പരിഹസിക്കാൻ കാരണം, ജന്മി, അന്നത്തെ അവിടുത്തെ കല്ലേട്ട ജന്മി BA പരീക്ഷ എഴുതിയിട്ട് പാസ്സായില്ല.
അപ്പൊ രാവണി മാമൻ പ്രസംഗിക്കുമ്പോൾ അരബിയെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കളിയാക്കി. അരബിയെ എന്ന് പറഞ്ഞ് കളിയാക്കി. ആ പ്രസംഗത്തിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. അതെന്തോ ഒരു വലിയ കൊലപാതക കുറ്റം പോലെ അദ്ദേഹത്തെ ജയിലിലടച്ചു. അങ്ങനെ അദ്ദേഹം ജയിലിൽ പോകേണ്ടതായിട്ട് വന്നിരുന്നു. അപ്പൊ ഇതെല്ലാം ഞങ്ങളുടെ വീട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തെ അരക്കിട്ട് ഉറപ്പിക്കുന്നതായിട്ട് മാറി. മറ്റൊരു അമ്മാവൻ, ഈ പറയുന്ന കൃഷ്ണൻ, MK കൃഷ്ണൻ, സേലം ജയിലിനകത്ത് പിടിച്ചു കൊണ്ടുപോയിട്ട് സഖാക്കളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു. വലിയ നേതാവൊന്നുമല്ല, സാധാരണ പാർട്ടി പ്രവർത്തകനാണ്. പക്ഷേ സേലം ജയിലിനകത്തേക്ക് വെടിവെച്ചപ്പോ സഖാവ് നീലഞ്ചേരിക്ക് വെടിയേറ്റ് വീഴുന്നത് അമ്മാവന്റെ മേലായിരുന്നു എന്നാണ് അമ്മാവൻ പറയുന്നത്. അപ്പൊ കുറെ പേരങ്ങ് അടിയിൽ പോയി. കൂമ്പാനെ ആളുകള് വെടിയേറ്റ് വീണ ആ സമയത്ത് എല്ലാവരെയും കൂടി വാരി വലിച്ച് പുറത്തു കൊണ്ടുപോയിട്ടു. കുറെ പേര് മരിച്ചു. ബാക്കിയുള്ളവർ ജീവച്ഛവമായിട്ട് ആരൊക്കെയോ ആശുപത്രിയിൽ എത്തിച്ചു. അങ്ങനെ രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ട കൂട്ടത്തിൽ ഒരാളായിരുന്നു MK കൃഷ്ണൻ. അദ്ദേഹത്തിന്റെ തലയിൽ ഈ നെറ്റി ഇവിടെ ഒരു വെടിയുണ്ട ഇങ്ങനെ പതിഞ്ഞ് കിടപ്പുണ്ട്. അത് ഓപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. നെർവിനൊക്കെ തട്ടി നിൽക്കുന്നത് കൊണ്ട് ഒരു ഭാഗ്യപരീക്ഷണമായി പോകുമെന്ന്. അതവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ തൊട്ടു നോക്കുമായിരുന്നു. പക്ഷേ അതുകൊണ്ടാണോ എന്നറിയില്ല, അദ്ദേഹം പിന്നീട് മാനസികമായിട്ടൊരു വിഭ്രാന്തിയുള്ള ആളായിട്ട് മാറി. എനിക്ക് തോന്നുന്നു നെർവസ് സിസ്റ്റത്തെ എന്തോ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വലിയ തോതിൽ ഒരു പറയുന്നതിനൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം മാറിപ്പോയിരുന്നു. ആദ്യത്തെ അമ്മാവൻ, രാവണ്യ അമ്മാവൻ, ഈ ജയിലിൽ നിന്നുള്ള മർദ്ദനമൊക്കെ സഹിച്ച് അവസാനം വലിയ തോതിൽ അസ്വസ്ഥനായി ചോര ചുമച്ച് തുപ്പി അങ്ങനെയാണ് മരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എൻ്റെ ജനനം. അപ്പോൾ അമ്മമ്മ പറയുന്ന കഥകളിൽ, ഈ വല്യമ്മ എന്നാണ് ഞാൻ വിളിക്കുന്നത്, അമ്മയുടെ അമ്മ പറയുന്ന കഥകളിൽ ധീരമായിട്ടുള്ള ഈ പോരാട്ടങ്ങളുടെ കഥകൾ ഉണ്ടാവും ചെറുപ്പത്തിൽ. എൻ്റെ വല്യമ്മ ഒരു വലിയ സ്റ്റോറി ടെല്ലറാണ്. വൈകുന്നേരം ആവുമ്പോൾ കുളിച്ച് ഉമ്മർത്തൊരു പായൊക്കെ ഇട്ടിരുന്ന്, അപ്പോൾ ഞങ്ങൾ മാത്രമല്ല തൊട്ടാലോക്കത്തുള്ള എല്ലാവരും വരും. അതൊരു സർവമത സമ്മേളനം പോലെയാണ്. എല്ലാവരും വരും. ഒരു മറിയമ്മ ഉണ്ടായിരുന്നു, ഒരു കദീസമ്മ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അന്നമ്മ ചേട്ടത്തി, വർക്കിച്ചേട്ടൻ, ഇവരെല്ലാം ഞങ്ങൾ വൈകുന്നേരം എല്ലാവരും അസംബിൾ ആവും. കുറെ നാട്ടുകാര്യങ്ങൾ പറയും. അതിനിടയ്ക്ക് കഥകൾ, ഹിന്ദു പുരാണ കഥകളൊക്കെ പറയും. അത് ഇവരെല്ലാം ഇരുന്ന് കേൾക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ കഥ പറയുന്നതിന്റെ കൂട്ടത്തിൽ വെറും കഥകൾ മാത്രമല്ല, ഈ പഴയ പോരാട്ടങ്ങളുടെ കഥകളും അമ്മ പറയുമായിരുന്നു. കയ്യൂർ സമരകഥ, അതുപോലെ കരിവള്ളൂരിലൊക്കെ നടന്ന പോരാട്ടം, പഴശ്ശിയിൽ നടന്ന വലിയ സംഘർഷം, ഇതെല്ലാം അമ്മമ്മ പറയും. അപ്പൊ ഇതിങ്ങനെ കേട്ടുകേട്ടാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ സമരത്തെക്കുറിച്ചും അന്നത്തെ ഭക്ഷണമില്ലാത്ത അവസ്ഥ, നെല്ലെടുപ്പ് സമരങ്ങൾ, ഇതെല്ലാം കേട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് സാധാരണക്കാർക്ക് വേണ്ടി ചെയ്ത ഇത്രയും വലിയ ത്യാഗത്തെക്കുറിച്ച് മനസ്സിലങ്ങനെ പതിയാണ്. പിന്നെ ഞാൻ കുറച്ച് വലുതായപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മമ്മയ്ക്കും പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഒരു ആങ്ങളെയാണ് ഉണ്ടായിരുന്നത്. വല്യമ്മക്ക് 2 ആൺമക്കൾ ഉണ്ടായിരുന്നു. ഒരാൾ നേരത്തെ മരിച്ചുപോയി. അപ്പോൾ ഈ ഒരു അമ്മാവൻ മാത്രമേ ഉള്ളൂ, സഹദേവൻ, സതു എന്നാണ് വിളിക്കുക. അപ്പോൾ അദ്ദേഹത്തിനും അമ്മമ്മയ്ക്കും ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോകണമെന്ന് വലിയ നിർബന്ധമായിരുന്നു. ഇപ്പൊ സാധാരണ വല്യമ്മ പോകുമ്പം പാർട്ടി മീറ്റിങ്ങുകളിലൊക്കെ എൻ്റെ കയ്യും പിടിച്ചിട്ട് പോകും. ഞാൻ ചെറുതായപ്പോൾ ഈ ദാമോദരൻ എന്ന് പറയുന്ന അമ്മാമൻ അന്ന് ഇരിട്ടി ടൗണാണ് ഞങ്ങളുടെ അടുത്ത ടൗണ്. ഇന്നത്തെ പോലെ വലിയ ടൗൺ ആയിട്ടില്ല, ചെറിയൊരു ടൗണാണ്. അവിടെ പാർട്ടി പൊതുയോഗങ്ങളൊക്കെ വെച്ചാൽ എന്നെ വീട്ടിൽ വന്നിട്ട് എടുത്തു കൊണ്ടുപോകും. ചിലപ്പോൾ അമ്മാവൻ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ അവിടെ എന്നെയും കൂടി ഇരുത്തും. അങ്ങനെയൊക്കെ ആയിരുന്നു വല്യമ്മാവൻ്റെ സ്വഭാവം. ഇങ്ങനെ ഞാൻ ഇതിൻ്റെ ഒരു സഹചാരിയായിട്ട് മാറിക്കൊണ്ടിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ നിർബന്ധമായിട്ടും പാർട്ടി മീറ്റിങ്ങിനൊക്കെ പോകണം എന്നുള്ള ഞാൻ മടിക്കാൻ പാടില്ല, നമ്മുടെ വീട്ടിലുള്ള ഒരു കുട്ടി പോകാതിരുന്നൂടാ എന്ന് പറഞ്ഞ് അങ്ങനെ നിർബന്ധിച്ചയക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന് ക്രമേണ മഹിളാ സംഘടനയുടെ യൂണിറ്റ് സെക്രട്ടറി ആയി. അതുപോലെ അന്നത്തെ KSYF യൂത്തിന്റെ യൂണിറ്റ് പ്രസിഡന്റായി. അങ്ങനെ ഒരേ സമയത്ത് യൂത്തിന്റെ യൂണിറ്റ് പ്രസിഡന്റും മഹിളാ സംഘടനയുടെ യൂണിറ്റ് സെക്രട്ടറിയുമായിട്ട് അവിടെയാണ് എൻ്റെ ഈ രാഷ്ട്രീയ യാത്രയുടെ തുടക്കം. പിന്നെ എവിടെയും ഒഴിവാക്കാൻ കഴിയാത്ത വിധം അന്ന് അത്രയും സ്ത്രീകളൊക്കെ രംഗത്ത് വരുള്ളൂ. പെൺകുട്ടികളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അത്യാവശ്യം വരുന്ന ഞങ്ങളെ ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്ന് വില്ലേജ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു, ഏരിയ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു, ജില്ലാ കമ്മിറ്റിയിലെത്തുന്നു. ജില്ലാ കമ്മിറ്റിയിലൊക്കെ എത്തുമ്പോഴേക്കും നമ്മുടെ ഒരു അഭിപ്രായം തന്നെയായിട്ട് മാറി ഇനി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കണം എന്നുള്ളത്. അപ്പൊ പിന്നെ അങ്ങനെ തുടർന്ന് സ്റ്റേറ്റ് കമ്മിറ്റിയിലും ഇന്ന് കാണുന്ന അവസ്ഥയിലൊക്കെ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സംഘടനാ പ്രവർത്തനവും പാർലമെന്ററി പ്രവർത്തനവും ഒക്കെ കൊണ്ടുപോകാനുള്ള അങ്ങനെ വളരെ ചുരുക്കം സ്ത്രീകളാണല്ലോ കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ ഉണ്ടാവുക. അതൊരു വലിയ ഭാഗ്യമായി നമുക്ക് കാണാം. മറ്റൊന്ന്, ടീച്ചർ, ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം,
മുൻപ് എനിക്ക് അറിയില്ല അത് എത്ര പേരുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് എന്ന്. ടീച്ചർ മന്ത്രിയായിരുന്ന സമയത്താണ് ടീച്ചർ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞ ഒരു ആരോപണം വന്ന സമയത്ത് ടീച്ചർ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്, എന്ത് ടീച്ചറായിരുന്നു എന്ന് പറയുന്നതിനൊക്കെ പകരം തയ്യൽ ടീച്ചർ എന്താ ടീച്ചർ അല്ലേ എന്ന് ചോദിക്കുകയാണ് ടീച്ചർ ചെയ്തത്. ഇപ്പൊ ആ സന്ദർഭത്തിൽ നമുക്ക് വേണമെങ്കിൽ എന്താണ്, ഞാൻ തയ്യൽ ടീച്ചറല്ല, ഞാൻ ഇന്ന ടീച്ചറാണ് എന്ന് പറയാം. അതിന് പകരം തയ്യൽ ടീച്ചറാണെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ, എന്താ തയ്യൽ ടീച്ചർ ടീച്ചറല്ലേ എന്ന് ചോദിക്കുന്ന ഒരു നിലപാട്, അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് വരുന്നതാണോ അത്തരം വർത്തമാനം? അത് നമ്മുടെ എല്ലാം ചിന്തകളെ ഇടതുപക്ഷ രാഷ്ട്രീയം നന്നായി സ്വാധീനിച്ചിട്ടുണ്ട്. വ്യക്തിപരമായ ഒരു അന്തസ്സ് നിലനിർത്തുന്നതിനും നമ്മൾ ചോദിച്ചാൽ അതിനോട് സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രതികരിക്കുന്നതിനും ഒക്കെയുള്ള ഒരു കഴിവ് ഈ ഇടതുപക്ഷ രാഷ്ട്രീയം തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എല്ലാം തുടർന്ന് വായിക്കുമ്പം അത്ഭുതത്തോടെയാണ് ഓർമ്മിക്കാറ്. ഒരു സാമൂഹ്യ അവസ്ഥയെ എത്ര ഭംഗിയായിട്ടാണ് മാർക്സും എംഗൽസും വ്യാഖ്യാനിച്ചിട്ടുള്ളത് എന്ന്. ഇന്നത്തെ വർത്തമാനകാലത്തിനും ചേരുന്ന രീതിയിലാണ് അവരുടെ സാമൂഹ്യ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരം പുരോഗമന ആശയഗതികൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വലുത് സമത്വം എന്ന ആശയമാണ്. രണ്ടാമത്തത് വർക്കിനോടുള്ള വർഷിപ്പാണ്, വർക്കാണ്. ഈ സമൂഹത്തെ മാറ്റുന്നത്, ഭൂമിയെ മാറ്റുന്നത് ഭൂമിയിൽ മനുഷ്യനുള്ള അധ്വാനമാണ്, ഭൂമിയോടുള്ള മനുഷ്യന്റെ പ്രതികരണം, അധ്വാനമാണ് എല്ലാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. ആ അധ്വാനത്തിന് വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. ഏതെല്ലാം മേഖലയിൽ നിന്ന് ആളുകൾ അധ്വാനിക്കുന്നു. ചിലത് കായിക അധ്വാനാവാം, ചിലത് മാനസികാധ്വാനാവാം. അപ്പൊ ഏത് മേഖലയിൽ നിന്ന് അധ്വാനിക്കുമ്പോഴും സാമൂഹ്യ മാറ്റം ഉണ്ടാവുന്നു. അപ്പോൾ ഏത് അധ്വാനത്തെയും നമ്മൾ മഹത്വവൽക്കരിക്കണം. ഈ തത്വശാസ്ത്രം ആകെ ആലോചിച്ചിട്ടൊന്നുമില്ല. എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ അങ്ങനെയാണ് പ്രതികരിക്കാൻ തോന്നിയത്. അപ്പൊ തയ്യൽ ടീച്ചർ എന്ന് വിളിച്ച് പരിഹസിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് തോന്നിയത് അതാണ്, ഞാൻ തയ്യൽ ടീച്ചർ അല്ല എന്ന് പറഞ്ഞാൽ തയ്യൽ ടീച്ചർ എന്ന് പറയുന്നത് എന്തോ രണ്ടാം സ്ഥാനത്താണ് എന്ന് തോന്നും. അങ്ങനെ തോന്നരുതല്ലോ. എനിക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടതായി വന്നിട്ടില്ല. ഞാൻ ഉടനെ പറഞ്ഞത് അങ്ങനെയാണ്, തയ്യൽ ടീച്ചർ എന്താ ടീച്ചർ അല്ലേ. ടീച്ചിങ് അതൊരു പ്രൊഫഷനാണ്. ഏതെല്ലാം തരത്തിലുള്ള ടീച്ചിങ് ഉണ്ട്. സ്റ്റിച്ചിങ് അത് പഠിപ്പിക്കുന്നത് ഒരു വലിയ കാര്യമാണ്. തയ്യൽ ക്ഷമയോടുകൂടി മാത്രമല്ല, ഒരു ജോലി സമ്പാദിക്കാൻ ആവശ്യമായ സ്കിൽ ഡെവലപ്മെന്റ് കൂടിയാണത്. ഒരു ടൈം പാസ് മാത്രമല്ല. പ്രത്യേകിച്ച് ഞാൻ വളർന്നു വന്ന സാഹചര്യം, എൻ്റെ അമ്മാവനൊരു തയ്യൽക്കാരനായിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തിന് പ്രായമായി, ചെയ്യാൻ കഴിയില്ല. അമ്മാവൻ തയ്യൽക്കാരനാണെന്ന് പറയുമ്പം എനിക്ക് നല്ല സന്തോഷമാണ്. കാരണം ഒരുപാട് മനുഷ്യരുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ജോലിയാണത്. അപ്പൊ ആ ജോലിക്ക് ഒട്ടും മഹത്വക്കുറവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പരിഹസിക്കാനാണ് അങ്ങനെ പറയുന്നതെങ്കിൽ ആ ടീച്ചറാണ്, അതിൽ തർക്കമില്ല. എനിക്കിപ്പം ഞാൻ ആ ടീച്ചറല്ല. ഇപ്പോഴും ചിലപ്പോ ഈ കുബുദ്ധികൾ കമന്റ് ഇടും, തയ്യൽ ടീച്ചറല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനൊന്നും നമ്മൾ പ്രതികരിക്കാൻ പോവാറില്ല. അവിടെ ടീച്ചിങ് അത് ഏത് മേഖലയിൽ നിന്ന് പഠിപ്പിക്കുന്നവരായാലും അതിനൊരു പഴയ കാലത്തൊക്കെ പറയുമ്പോൾ ഗുരുവാണ് അല്ലേ ടീച്ചർ എന്ന് പറയുന്നത്. അത് എന്ത് പഠിപ്പിച്ചാലും ഗുരുവാണ്, മഹത്വമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രതികരിച്ചത്. അത് പെട്ടെന്ന് എപ്പോഴും അങ്ങനെയാണ്. ഒരു ചോദ്യം വരുമ്പോ എന്താ പെണ്ണുങ്ങൾക്ക് എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്ന ടീച്ചർ വളരെ സ്പോണ്ടേനിയസ് ആയിട്ടാണ് മറുപടി വരിക. പക്ഷെ അത് വളരെ കൃത്യവും ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് വലിയ പ്രചോദനമാണ്. മറ്റൊരു കാര്യം, പൊതുവിൽ സ്ത്രീകൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായും ടീച്ചർ അത്തരം പ്രശ്നങ്ങളിലൂടെ ഉറപ്പായും കടന്നു പോയിട്ടുള്ള ആളായിരിക്കും. അപ്പോൾ പെൺകുട്ടികൾ മുന്നോട്ട് വരുമ്പോൾ തന്നെ കേരളത്തിലാണ് കുറച്ചെങ്കിലും പ്രാതിനിധ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്ഥാനം നമുക്ക് പറയാം. എന്നാലും ഒരു ടോക്കണിസം ഉണ്ടല്ലോ, അതായത് പേരിന് വേണ്ടി ഒരു സ്ത്രീയെങ്കിലും ഇല്ല എന്ന് തോന്നണ്ട എന്ന് വിചാരിച്ച് ഒരു സ്ത്രീയൊക്കെ പലപ്പോഴും സ്റ്റേജിലിരിക്കുമ്പോൾ മുഴുവൻ പുരുഷന്മാരായിരിക്കും. ഇനി അതൊരു നാണക്കേടാവണ്ടെന്ന് വിചാരിച്ച് ഒരു സ്ത്രീയെ ചിലപ്പോൾ ഒരു കോണിലിരുത്തുന്നത് കാണാം. അങ്ങനെയുള്ള ഒരു രീതി CPIM-ലും ഉണ്ടോ? അത് നമ്മള് പാർട്ടിക്കകത്തും എല്ലാം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. സ്ത്രീകൾ കുറേയും കൂടി ഉത്തരവാദിത്വമുള്ള ജോലികൾ ഏറ്റെടുക്കുകയും അവിടെ സ്ത്രീകളെ കൊണ്ടുവരികയും ചെയ്യണം. കുറേ കാലമായി പാർട്ടിക്കകത്ത് അതിനുള്ള ബോധപൂർവമായ ഇടപെടൽ നടക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും ഫലപ്രദമായി വന്നു കഴിഞ്ഞു എന്നുള്ള അഭിപ്രായം എനിക്കില്ല. കുറേ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ബ്രാഞ്ച് സെക്രട്ടറിമാരായി സ്ത്രീകൾ വരാറില്ലായിരുന്നു. അവിടെ കമ്മിറ്റിയിൽ വരും, പിന്നെ ബ്രാഞ്ചിൽ സ്ത്രീകൾ ഉണ്ടാവും അംഗങ്ങളായി. എന്നാൽ സെക്രട്ടറിമാരായിട്ട് വരാറില്ല. 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, സ്ത്രീകളെ സെക്രട്ടറി ആക്കിയാൽ ഇത് ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യും എന്ന വിശ്വാസം മറ്റുള്ളവർക്കില്ല. രണ്ടാമത്തത്, സ്ത്രീകൾ തന്നെ അത്തരം ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായി വരാത്തൊരവസ്ഥയുണ്ട്.
അതൊരു സമയം ഒരുപാട് ആവശ്യമുള്ള ജോലിയാണ്. അത്രയും റിസ്ക് എടുക്കാൻ വയ്യ. അത് ഈ ഗാർഹികമായിട്ടുള്ള ഇന്നത്തെ ബന്ധങ്ങൾ തന്നെയാണ് സ്ത്രീകളെ പിന്തിരിപ്പിക്കുന്നത്. വീട്ടിലെല്ലാ കാര്യവും സ്ത്രീയാണ് ചെയ്യേണ്ടത് എന്നൊരു ബോധമുണ്ട്. സന്ധ്യക്ക് മുമ്പേ വീട്ടിലെത്തണം സ്ത്രീ എന്ന ബോധമുണ്ട്. ബ്രാഞ്ച് സെക്രട്ടറി ആകുമ്പോൾ സന്ധ്യക്ക് മുമ്പൊന്നും വീട്ടിലെത്താൻ പറ്റൂല. എല്ലാ കാര്യവും ചെയ്ത് രാത്രിയായാലേ പറ്റുള്ളൂ. അപ്പോൾ സ്ത്രീകൾ രണ്ട് കാര്യം ചെയ്യണം. ഒന്ന്, സ്ത്രീകൾ സ്വമേധയാ ഞങ്ങൾ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ് വെല്ലുവിളിയോടെ മുന്നോട്ട് വരണം. രണ്ടാമത്തത്, സ്ത്രീകൾക്ക് ഒട്ടും കുറവില്ല. സ്ത്രീകളെ ആക്കിയാൽ ഈ ബ്രാഞ്ച് നന്നായിട്ട് പോകുമെന്ന് പുരുഷന്മാരായിട്ടുള്ള സഖാക്കളും അംഗീകരിക്കണം. ഇപ്പൊ നല്ല മാറ്റം വന്നു. ഇത്തവണ സമ്മേളനം കഴിഞ്ഞപ്പോൾ 3000-ലേറെ വനിതാ ബ്രാഞ്ച് സെക്രട്ടറിമാരുണ്ടായി കേരളത്തിൽ. അതൊരു നല്ല മാറ്റമാണ്. പിന്നെ അങ്ങനെ ലോക്കൽ സെക്രട്ടറിമാർ കുറച്ചേ ഉള്ളൂ, ഇപ്പോഴും കുറച്ച് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു എല്ലാം കൂടി ഒരു 10, 30, 40 ലോക്കൽ സെക്രട്ടറിമാരായിരിക്കും ലോക്കൽ സെക്രട്ടറിമാരായിട്ട് ഏരിയ ഉണ്ടാവുക. ഏരിയ സെക്രട്ടറിമാരായിട്ട് 2 പേരേ ഉള്ളൂ ഇതായിട്ട്. പിന്നെ ജില്ലാ സെക്രട്ടറിമാരായിട്ട് ആരുമില്ല. അപ്പോൾ ഈ ഉത്തരവാദിത്തം എല്ലാം എടുത്താലേ ഈ സ്റ്റേജിലും ഇരിക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പം സ്റ്റേജിൽ കുറച്ച് കസേര ഉണ്ടാവും. ആ കസേരകൾ പ്രധാന ഭാരവാഹികൾക്ക് ഇരിക്കാനുള്ളതായിരിക്കും. ഒന്നുകിൽ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റ്, അങ്ങനെയുള്ളവർക്ക്. സെക്രട്ടറിയും പ്രസിഡന്റും സ്ത്രീ അല്ലെങ്കിൽ അലങ്കാരത്തിന് ഒരു സ്ത്രീയെ കൊണ്ടുപോയി ഇരുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, കൂടുതൽ ഉത്തരവാദിത്വമുള്ള ജോലികൾ, ഉത്തരവാദിത്തങ്ങൾ സ്ത്രീകൾ ഏറ്റെടുക്കുക. അതിന് തയ്യാറായി വരികയും വേണം. തയ്യാറായി വരുന്ന സ്ത്രീകളെ ഉൾക്കൊള്ളാൻ ഈ കമ്മിറ്റികൾക്കും ആളുകൾക്കും മനസ്സുണ്ടാവുകയും വേണം. ക്രമേണ വരും. പക്ഷേ ഇങ്ങനെ പതിയെ പതിയെ വന്നാൽ പോരാ. നല്ല രീതിയിലുള്ള മാറ്റം, വലിയ തോതിലുള്ള മാറ്റം ഉണ്ടാവണം. ടീച്ചർ, ഇത് ടീച്ചറോടുള്ള ഒരു സ്വാതന്ത്ര്യവും കൂടെ കൊണ്ട് വളരെ വ്യക്തിപരമായ ഒരു അനുഭവം എൻ്റെത്. ഞാൻ കുറച്ചുനാൾ ജനപ്രതിനിധിയായിരുന്നു, വളരെ താഴെത്തട്ടിൽ. ആ സമയത്ത് എൻ്റെ വസ്ത്രധാരണ, എൻ്റെ ആ സമയത്തെ പ്രായവും കൂടെ കൊണ്ട് വളരെ വ്യത്യസ്തമായിരുന്നു. ഞാൻ കുറച്ച് ജീൻസും ടോപ്പും ഒക്കെ ഇട്ടായിരുന്നു നടന്നിരുന്നത്. അത് സംഘടനാ പ്രവർത്തനത്തിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല എൻ്റെ. പക്ഷെ ജനപ്രതിനിധിയായപ്പോൾ അങ്ങനെ നടന്നപ്പോൾ ആരും ഒന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഗൗരവത്തോടെ എടുക്കുന്നില്ല എന്ന് എനിക്ക് തോന്നി. ഒരു കുട്ടി വന്ന് എന്തോ പറയുന്നു, അല്ലെങ്കിൽ ഇവളെന്തൊക്കെയോ പറയുന്നു എന്നുള്ളൊരു രീതിയില്, ഉദ്യോഗസ്ഥരടക്കം. പക്ഷെ പിന്നീട് അത് മനസ്സിലാക്കി ഞാൻ മാറി. ഇങ്ങനെ സാരിയും ചുരിദാറും ഒക്കെ ആയപ്പോ കുറച്ച് ഗൗരവത്തിലെടുക്കാൻ തുടങ്ങി. ടീച്ചറിനെ ഞാൻ എപ്പോഴും സാരിയിലേ കണ്ടിട്ടുള്ളൂ. ടീച്ചർ പണ്ട് തൊട്ടേ അങ്ങനെയാണോ, അതോ ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ടോ? ഞാൻ പൊതുവെ സാരിയാണ് ഉപയോഗിക്കാറ്. അതും കോട്ടൺ സാരിയാണ് കഴിയുന്നത് ഉപയോഗിക്കാറ്. എനിക്ക് ഇത്തരത്തിലുള്ള പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതിനോട് വലിയ ഇഷ്ടമാണ്. പക്ഷെ ഞാനതൊരു ശീലാക്കിയിട്ടില്ല. അത് അമ്മ പറഞ്ഞൊരവസ്ഥ അതിനകത്തുണ്ട്. അതായത് നമ്മുടെ സമൂഹത്തിനകത്ത്, പ്രത്യേകിച്ചും കേരളീയ സമൂഹത്തിനകത്ത്, അന്തസ്സുറ്റ വേഷം സാരിയാണെന്നൊരു കൺസെപ്റ്റ് അങ്ങ് വന്നു കഴിഞ്ഞു. അതുപോലെ കുറച്ച് പക്വതയുള്ള ആളുകളൊക്കെ സാരിയെ ധരിക്കൂ എന്നൊരു തീരുമാനം സൊസൈറ്റിക്കകത്ത് ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പൊ നേരെ മറിച്ച് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയാൽ അവര് പിന്നെ ഇടുന്ന വസ്ത്രം അതല്ലല്ലോ. ഇന്നലെ ഇപ്പൊ ഞാൻ ഓസ്ട്രേലിയൻ കൗൺസിൽ ജനറൽ ഇവിടെ വന്നപ്പോ എന്നെ കാണണം എന്ന് പറഞ്ഞൊരു യുവതിയാണ്. മെലിഞ്ഞ ഒരു ഇതാണ്. ഒരു സാധാരണ ഒരു സ്കേർട്ടും അതുപോലെ തന്നെ വളരെ നേരിയ ഒരു ഷർട്ടും ഒരു ബനിയൻ പോലുള്ള ഒരു ഷർട്ടുമാണ് അവർ ഇട്ടിരിക്കുന്നത്. അവര് ഓസ്ട്രേലിയൻ കോൺസുൽ ജനറൽ ആണ്. അപ്പോ അവർക്ക് അത് ഇട്ടിട്ട് എവിടെ പോയാലും അവരതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ഒരു സ്കേർട്ടും ഒരു ചെറിയ ബ്ലൗസും ഇട്ടിട്ട് പോയാൽ ഒരു അംബാസിഡറോ കൗൺസിൽ ജനറലോ ഒക്കെ മലയാളിയാണെങ്കിൽ ആളുകൾ അയ്യോ ഇത് ശരിയായില്ലല്ലോ എന്നൊരു അത് ക്രമേണ മാറേണ്ടതാണ്. കാരണം വസ്ത്രത്തിലല്ലല്ലോ, മാന്യമായിട്ട് വസ്ത്രം ധരിക്കണം, അതിലൊന്നും തെറ്റില്ല. ഇപ്പൊ ഒരു ജീൻസും ടോപ്പും ഇടുന്നു, കുഴപ്പമില്ല, അതൊരു ഇതായിട്ടുള്ള വസ്ത്രം തന്നെയാണ്. പക്ഷെ അത് സമൂഹത്തിനകത്ത് അമ്മ പറഞ്ഞ പോലത്തെ ഒരു പ്രശ്നമുണ്ട്. വന്നൊരു ചെറിയ പെൺകുട്ടി ആണല്ലോ വന്നതെന്നുള്ളത്. അതിലെനിക്ക് എപ്പോഴും രസകരമായിട്ട് പറയാനുള്ള ഒരു എക്സാമ്പിൾ, ഞങ്ങളുടെ ഒരു ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ഉണ്ട്, അമ്മൂന് അറിയാം, ഡോക്ടർ റീന. നല്ല തമാശയാണ്. ഞാൻ മന്ത്രിയാവുന്നതിന് മുമ്പേ ഒരു തവണ ഒരു ആരോഗ്യ മേഖലയിൽ ചില പ്രശ്നങ്ങൾക്കെതിരെ ഒരു സമരം വെച്ചിരുന്നു, മഹിളാ അസോസിയേഷൻ. കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ ഞങ്ങൾ ഈ സമരം ചെയ്തു. അവസാനം DMOന്റെ അടുത്ത് ഈ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി DMO ഓഫീസിലേക്ക് കയറി ചെന്നു. അങ്ങനെ ചെല്ലുമ്പോൾ ജീൻസും ഒരു ചെറിയ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു പെൺകുട്ടി ഇരിക്കുന്നു കസേരയിൽ. അപ്പോ പെട്ടെന്ന് ഇത് ബന്ധുക്കളാരെങ്കിലും ഇരിക്കുന്നതാണോ? ഞാൻ നേരത്തെ റീനെ കണ്ടിട്ടില്ല. അപ്പൊ പറഞ്ഞു അല്ല, DMOനെ കാണണമായിരുന്നു. അപ്പോ DMO പറഞ്ഞു ഞാൻ തന്നെയാണ് DMO എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് എനിക്ക് ചിരി വന്നു. അങ്ങനെ തോന്നിപ്പോയല്ലോ എന്ന് വെച്ചിട്ട്.
അപ്പോൾ ഇരുന്ന് സംസാരിച്ചു. അപ്പൊ പുറത്തിറങ്ങിയപ്പോ മറ്റു സഹാക്കൾ പറഞ്ഞു, അയ്യോ DMO എന്താ ഇങ്ങനെ. ഞാൻ പറയാം, എങ്ങനെ ഒരു നല്ല ഉഷാറാന്നല്ലോ. നല്ല ഉഷാർ. അപ്പൊ അതാണ് DMO എന്താ ഇങ്ങനെ എന്നാണ്. അപ്പം റീന ഇപ്പോഴും അതേ അതെ വേഷത്തിലൊക്കെയാണ്. അതെ അതെ. അപ്പൊ വേഷത്തിലല്ല, നമ്മുടെ ചെയ്യുന്ന പ്രവൃത്തികൾ, ഉത്തരവാദിത്ത നിർവഹണം, അതിലൊക്കെയാണ് പ്രധാനം. പക്ഷെ കേരളത്തിൽ ഇങ്ങനെ ഒരു നീണ്ട ഒരു കൺസെപ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. സാരിയൊക്കെ ധരിക്കുന്നതാണ് ഒരു അന്തസ് എന്നുള്ളത്. ഞാൻ അതുമാത്രം വിചാരിച്ചില്ല, ഞാൻ ശീലിച്ചതാണ്. അങ്ങനെ ഒരു വേറെ വസ്ത്രം പരിശീലിച്ചിട്ടില്ല. പക്ഷെ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ നല്ല തണുപ്പത്തൊക്കെ ചുരിദാറാണ് ഇടാറ്. അങ്ങനത്തെ എനിക്കൊന്ന് ചിത്രങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഏതോ ഒരു മീഡിയയിൽ ഇങ്ങനെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുമ്പം അമ്മുവിന് കാണാം, ഞാനൊരു കോളറുള്ള ഒരു ജീൻസ് ടോപ്പൊക്കെ ഇങ്ങനെയുള്ള ഒരു ചിത്രമാണ് ഇപ്പൊ കൊടുക്കുന്നത്. അതല്ലേ കൂടുതൽ സൗകര്യമായിട്ട് ഇപ്പൊ തോന്നാറില്ല. ഏറ്റവും എളുപ്പം, ധരിക്കാൻ എളുപ്പം. ഞാൻ എപ്പോഴും വിചാരിക്കും, ഒന്നാമത് രാത്രി യാത്രയെല്ലാം ചെയ്യുമ്പം നേരം വൈകുമ്പോഴാണ് അപ്പൊ ഒരു ചുരിദാറും ടോപ്പും ഇടുന്നത്. ഈ 5-6 മീറ്റർ നീളമുള്ള ഈ സാരി വാരി ചുറ്റി ഒരുമാതിരി വൃത്തിക്ക് ഉടുക്കണമല്ലോ. വലിയ പാടാണ് നേരമില്ലാത്ത സമയത്തൊക്കെ ധരിക്കാൻ. സത്യം പറഞ്ഞാൽ ഒരു ചുരിദാറും ടോപ്പും ആണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആണ്, വളരെ എളുപ്പമാണ് അങ്ങനെ ധരിക്കുക. അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മളത് ധരിക്കുമ്പം കാണുന്നത് ചെറിയ കുട്ടികളെ പോലെ, പ്രായം ഇത്രയായിട്ടും. എന്നാൽ തൊട്ടടുത്ത് പിന്നെ ഉത്തർപ്രദേശിലോ പഞ്ചാബിലോ ഒക്കെ കിടന്നാൽ നല്ല പ്രായമുള്ള അമ്മമ്മമാരും ഇത് തന്നെയല്ലേ വേഷം. പക്ഷെ കേരളത്തിൽ ചുരിദാറിട്ടാ പറയും, ടീച്ചറിന്റെ വിചാരം ചെറിയ പ്രായമാണെന്നാണ്. ഇങ്ങനെയൊരു കൺസെപ്റ്റാണ്. അതിനെ ഭയന്നിട്ടല്ല, പക്ഷെ ഇത് ശീലമായി, കംഫർട്ടബിൾ ആയി എന്നുള്ളത്. ഒരു കോൺഫിഡൻസും കൂടി കോൺഫിഡൻസ് അമ്മ പറഞ്ഞല്ലോ, ഇപ്പം പോകുമ്പോ നമുക്കൊരു കോൺഫിഡൻസ് ആണ്. അതാണ് മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു അയ്യോ എന്ന് തോന്നുമ്പോ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിന് പകരം ഞാനൊരു കൗൺസിലറാണ് എന്ന് അവർക്കും കൂടി തോന്നാൻ പാകത്തിന്. അതുകൊണ്ടാണ് നമ്മളും അതിന് വിധേയരാവുന്നത്. പക്ഷെ അത്തരം വേഷം ധരിക്കുന്ന കുട്ടികളോടും സ്ത്രീകളോടും ഒക്കെ എനിക്ക് ബഹുമാനമേ ഉള്ളൂ. ടീച്ചർ തയ്യൽ ടീച്ചർ അല്ലെങ്കിലും തയ്ക്കാറുണ്ടോ? ഇല്ല, ഞാൻ തയ്ക്കാറില്ല. അമ്മാവൻ പണ്ട് ഞങ്ങള് കുട്ടിയായിരുന്ന സമയത്ത് അവിടുന്ന് ചെയ്ത് തീരാത്ത പിന്നെ പ്രവൃത്തികൾ, ഹുക്ക് വെക്കാൻ, ബ്ലൗസിനും ഷർട്ടിനും ഒക്കെ കുടുക്ക് വെക്കാൻ, അതെടുത്തിട്ട് വീട്ടിൽ വരും. എന്നിട്ട് എന്നെ കൊണ്ടൊക്കെയാണ് ചെയ്യുക. ഞാൻ എൻ്റെ ഇളയമ്മ, എന്നെക്കുള്ള 5 വയസ്സിന് മൂത്തൊരു ആന്റി ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇത് വെക്കുന്നത്. അങ്ങനെ ഹുക്ക് വെക്കാൻ പഠിച്ചിട്ടുണ്ട്, കുടുക്ക് പിടിപ്പിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും ചെയ്യാറുണ്ടോ അത്? ഇപ്പൊ ഒന്നും നേരം കിട്ടില്ല ഇപ്പൊ അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് ടീച്ചർ. വേറൊരു കാര്യം നമ്മുടെയൊക്കെ എല്ലാവരുടെയും ചർച്ചയിലുള്ളത് തന്നെയാണ്. ടീച്ചർ മന്ത്രിയായിരുന്ന സമയത്ത്, ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ലോകം അംഗീകരിക്കുന്ന, ലോക ശ്രദ്ധ നേടിയതാണ്. അതൊന്നും ഞാൻ ആവർത്തിക്കേണ്ട കാര്യമേ ഇല്ല, അതൊന്നും പറയാൻ ഞാൻ അർഹയുമല്ല. പക്ഷെ ആ സമയത്തും പല മാധ്യമങ്ങളും PPE കിറ്റ്, കള്ളി, കോവിഡ് റാണി എന്നൊക്കെ ആ പേരുകളൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. കാരണം നമുക്കത് അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഇങ്ങനെ പറയുമോ, അതും ഇങ്ങനെ ചെയ്യുന്ന ഒരാളെ എന്ന്. എന്നിട്ട് പുതിയൊരു ആരോഗ്യവകുപ്പ് മന്ത്രി, പുതിയ സർക്കാർ വരുമ്പോ നേരെ ടീച്ചറോളം പെർഫെക്റ്റ് ആയ ഒരാളില്ല, അതുകൊണ്ട് പക്ഷെ ടീച്ചർക്ക് വേണ്ട പരിഗണന CPM തരുന്നില്ല എന്നൊക്കെയുള്ള നിലയിലാണ് മാധ്യമങ്ങളുടെ പുതിയ വിഷമം. എന്നാൽ ടീച്ചറെ ആക്രമിച്ചിരുന്ന അതേ മാധ്യമങ്ങളാണ്. അപ്പൊ ആ മാധ്യമങ്ങളുടെ ആ വിഷമം, ആ ഒരു രീതി ഉണ്ടല്ലോ, മുൻപിരുന്ന ആളെ പറയാൻ കഴിയുന്നതിന്റെ പരമാവധി പറഞ്ഞതിന് ശേഷം പുതിയ ആള് വരുമ്പോ മുൻപത്തത്ര പോരാ എന്ന് പറയുന്ന ആ രീതി, ടീച്ചർ അതിനെ എങ്ങനെയാണ് കാണുന്നത്? മാധ്യമങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട്. നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷ മാധ്യമങ്ങളും വൻകിട മാധ്യമങ്ങൾ ഇടതുപക്ഷ വിരുദ്ധാണ്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. വൻകിട കോർപ്പറേറ്റ് മാധ്യമങ്ങളെന്ന് നമ്മൾ പറയാറുണ്ട്. ഇനി അത്രത്തോളം ഇല്ലാത്ത ചെറിയ മാധ്യമങ്ങളായാലും അവരെയൊക്കെ വിലക്കെടുക്കുകയാണ് പ്രതിലോമ രാഷ്ട്രീയക്കാര്. രാഷ്ട്രീയം 2 തരത്തിലാണല്ലോ. ഒന്ന് ഇടതുപക്ഷമാണ്, ഒന്നും ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വലതുപക്ഷമാണ്. അതിന് റൈറ്റ് വിങ് എന്ന് പറയും. ലെഫ്റ്റ് വിങ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയിലെ മനുഷ്യത്വരഹിതമായ എല്ലാറ്റിനോടും കലഹിക്കുന്ന പക്ഷമാണ്. ഒരു സമത്വപൂർണമായ സമൂഹമായിട്ട് മാറണം. അവിടെ ജാതി മേധാവിത്വം ഇല്ല, അവിടെ മതപരമായിട്ടുള്ള ഇകഴ്ത്തലുകളില്ല, വേർതിരിവില്ല. അവിടെ സമത്വമാണ്, എല്ലാ മനുഷ്യരും സമന്മാരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമൂഹ സൃഷ്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഇടതുപക്ഷം. എന്നാൽ വലതുപക്ഷം എന്ന് പറയുന്നത് യാഥാസ്ഥിതിക സമൂഹത്തെ നിലനിർത്താൻ താല്പര്യപ്പെടുന്നവരാണ്. ഒരു മാറ്റം ഉണ്ടായിക്കൂടാ. ഫണ്ടമെന്റലിസ്റ്റിക് ആണ് അവരുടെ ചിന്ത. അതിനെ എളുപ്പമാണ് പ്രചരിപ്പിക്കാൻ. ഫണ്ടമെന്റൽ ഐഡിയോളജി പ്രചരിപ്പിക്കാൻ എളുപ്പമാണ്. ഫണ്ടമെന്റലിസ്റ്റിനെതിരെ ഒരു നല്ല റിഫർമേഷന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് വിഷമമുള്ള കാര്യമാണ്. കാരണം സൊസൈറ്റി ആസ് ഇറ്റ് ഈസ് അത് യാഥാസ്ഥിതികമാണ്.
അവിടെ നമ്മൾ ഇടിച്ച് മുട്ടി നിന്നിട്ടാണ് പുരോഗമനം കൊണ്ടുവരുന്നത്. അപ്പൊ ഇന്നുള്ള സമൂഹത്തിൽ മീഡിയ, അത് ലോകത്ത് എവിടെയായാലും വലിയ സാമ്പത്തിക സ്രോതസ്സുള്ള മീഡിയ, അല്ലെങ്കിൽ വലിയ കോർപ്പറേറ്റുകൾ വിലക്കെടുത്ത മീഡിയ, അവ ഇടതുപക്ഷത്തിനെതിരായിട്ടാണ് പൊതുവെ പ്രവർത്തിക്കുന്നത്. കേരളത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ ഉള്ള സമയത്ത് മീഡിയ പൂർണ്ണമായിട്ട് എനിക്ക് അനുകൂലമായിട്ട് നിന്നവരൊന്നുമല്ല. പക്ഷെ ഒരു ഗുണമുണ്ടായിരുന്നു, അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്നെ വിമർശിക്കുമ്പോഴെല്ലാം ഈ ചാലഞ്ചസ് വന്നപ്പോൾ ഞാൻ ഈ മീഡിയയെ നേരിട്ട് വിളിച്ചിരുന്നു. അപ്പൊ അവര് വന്നു, നിപ്പ, അതുപോലെ കോവിഡ്, നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ട് ആദ്യത്തെ ദിവസം എന്തൊക്കെയോ അപസർപ്പക കഥകൾ വന്നു. അപ്പൊ എനിക്ക് അപകടം മണത്തു. അങ്ങനെ വന്നാൽ നിയന്ത്രിക്കാൻ പറ്റില്ല. ഉടനെ തന്നെ ഞാൻ മീഡിയക്കാരെ ആകെ വിളിക്കേണ്ട കാര്യമില്ല, അവർ അസംബിൾഡ് ആണ്. ഞാൻ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ താമസിക്കുകയായിരുന്നല്ലോ നിപ്പ കൺട്രോൾ ചെയ്യുന്നത് വരെ 40 ദിവസം. അവിടെ അവരോട് ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും ഞങ്ങൾ 5 മണിക്ക് മീറ്റിംഗ് ചേരും. ഇവിടെ 6 മണിക്ക് ബ്രീഫിംഗ് ഉണ്ടാവും പത്രക്കാർക്ക്. നിങ്ങൾ ഏത് ചോദ്യം ചോദിച്ചാലും മറുപടി പറയാൻ സന്നദ്ധമാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ചോദ്യങ്ങൾക്ക് ഞാൻ പറയുന്നതോ, ഞാൻ അല്ലെങ്കിൽ ഹെൽത്ത് ഡയറക്ടർ ഉണ്ടാവും, എന്നാൽ ഞങ്ങൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പറയുന്ന മറുപടിയെ കൊടുക്കാവുള്ളൂ. നിങ്ങൾ സ്വയം കഥകൾ മെനയരുത്. കാരണം ഇത് മനുഷ്യരുടെ ജീവന്റെ പ്രശ്നമാണ്. നമ്മൾ ലേശം ഒന്ന് കൈവിട്ടു പോയാൽ ഈ വൈറസ് സമൂഹത്തെ കീഴടക്കും, 100 കണക്കിന് ആളുകൾ മരിച്ചു പോകും. നമുക്ക് എല്ലാവർക്കും കൂടി മനുഷ്യന്റെ ജീവൻ രക്ഷിക്കണ്ടേ. അപ്പോൾ അവർ പറഞ്ഞു, ശരി, ഞങ്ങൾക്ക് ബ്രീഫ് ചെയ്യുമെങ്കിൽ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. പിറ്റേന്ന് കറക്റ്റായിട്ട് പറഞ്ഞ സമയത്ത് എല്ലാവരും വന്നു. അവർ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചു, എല്ലാം അവരോട് വിശദീകരിച്ചു. അവർ ചോദിക്കുന്നതെല്ലാം ഞാൻ ഒന്നും ഒളിച്ചു വെക്കാനില്ല, ഇതാണ് സംഭവം, ഇന്ന് ഇത്ര കേസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അവർ ഐസൊലേഷൻ വാർഡിലാണുള്ളത്, ഇത്ര പേരെ സസ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ലിസ്റ്റിലുണ്ട്, എന്നെല്ലാം പറഞ്ഞിട്ട് അതിൻ്റെ എങ്ങനെയാണോ 1ാം ലിസ്റ്റും 2ാം ലിസ്റ്റും ഉണ്ട്, തൊട്ടടുത്ത സമ്പർക്കമുള്ള പട്ടിക, അകന്ന സമ്പർക്കമുള്ള പട്ടിക, അതിൽ ഇത്ര പേരുണ്ട്, ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും, നിങ്ങൾക്ക് പരിശോധിക്കാം. അങ്ങനെ വന്നപ്പോൾ അവരോടൊരു അപ്പീലും നടത്തി, നമുക്ക് ഒരുമിച്ച് ചേർന്നിട്ട് ഇതിനെ നേരിടണം. പിറ്റേന്ന് മുതൽ വളരെ നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക്. ഞാനതൊരിക്കലും മറക്കില്ല. കാരണം മീഡിയ അപ്പാടെ തള്ളി പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അവസാനം നിപ്പ ക്യൂർ ചെയ്തതായി കോഴിക്കോട് കലക്ട്രേറ്റിൽ വെച്ച് ഞാൻ പ്രഖ്യാപിച്ചപ്പോൾ, നിപ്പയുടെ ഭീഷണി അവസാനിച്ചു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ അവർക്കെല്ലാം വലിയൊരു നന്ദി പറഞ്ഞു. അതുണ്ട്. കോവിഡിന്റെ സമയത്തും അതേ വിളിച്ചു അവരോടും കൂടി ഈ മിഷനിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് എല്ലാവരും സഹകരിച്ചു, ഒറ്റ മാധ്യമല്ല എല്ലാവരും. അപ്പം ആദ്യത്തെ ദിവസം കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്ന ദിവസം ഞങ്ങളത് സ്ഥിരീകരിച്ച് പറയുന്നത് വരെ അമേരിക്കയുടെ ജഗൻ മാത്യു സാറൊക്കെ പറയും, ആദ്യമായിട്ടാണ് ഒരു പത്രം ഒരു മന്ത്രിയുടെ പ്രസ്താവനയും കൂടി വന്നിട്ട് അച്ചടിക്കാന്ന് പറഞ്ഞ് രാത്രി അച്ചടി വൈകിപ്പിച്ച് നിന്നത് എന്ന് പറയാം. അവരുടെ എഡിറ്റോറിയൽ തന്നെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിരുന്നു അന്ന് മന്ത്രി എന്നുള്ള നിലയിൽ. അപ്പോൾ ആ സപ്പോർട്ട് നമുക്ക് കിട്ടിയിരുന്നു. എന്നാൽ പൊളിറ്റിക്കലായിട്ട് വരുമ്പോൾ അമ്മു പറഞ്ഞ ആക്രമണമൊക്കെ ഞാൻ നേരിട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ലോകം മുഴുവൻ നമ്മളെ ശ്രദ്ധിച്ചു. അതിന് കാരണം ഇവിടെ മരണനിരക്ക് കുറഞ്ഞതാണ്. 2020 റിസൾട്ട് ഫാന്റാസ്റ്റിക് ആയിരുന്നു കോവിഡിന്റെ. ന്യൂയോർക്കിൽ അന്ന് 60,000-70,000 ആളുകൾ മരിക്കുമ്പോൾ, അമേരിക്കയുടെ ഒരു സംസ്ഥാനം എന്ന് പറയാം, ഇവിടെ കേരളത്തിൽ 4,000-ൽ ചെല്ലുവാൻ ആളുകളാണ് മരിച്ചിരിക്കുന്നത്, 5,000-ൽ താഴെ. അപ്പൊ ഇത് ലോക ജനതയെ ആകെ പരിശോധിക്കുന്ന കണക്കാണ്, നമുക്ക് നുണ പറയാനൊന്നും പറ്റില്ല. അപ്പൊ ചില മാധ്യമങ്ങൾ വളരെ വളരെ മോശമായിട്ടൊരു വാർത്ത കൊടുത്തു, മന്ത്രി കണക്കുകൾ മറച്ചു വെച്ചിട്ടാണ്, ഇത്രയൊന്നും അല്ല മരണം എന്ന് പറഞ്ഞിട്ടൊരു കണക്ക് കൊടുത്തു. അപ്പോ എനിക്കൊന്നും പറയാൻ സാധിക്കില്ല. അന്ന് NS മാധവൻ ഒരു ലേഖനം എഴുതിയിരുന്നു, മാതൃഭൂമിയിലായിരുന്നെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞു ഒരു 100-300 മരണങ്ങൾ കൂടി ഇതിന്റെ കൂടെ റിപ്പോർട്ട് ചെയ്യാനുണ്ടെന്നാണ് കരുതുന്നത്. റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി അത് മുഴുവൻ റിപ്പോർട്ട് ചെയ്താലും കേരളത്തിന്റെ മരണനിരക്ക് 0.4% നിൽക്കും. അതുകൊണ്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ മടിക്കേണ്ടതില്ല എന്ന്, പകുതി മടിച്ചോ എന്നുള്ള സംശയവും എന്നാൽ കരുതി കൂട്ടി കുറ്റപ്പെടുത്തുക, അത് കുഴപ്പമില്ല, അതൊരു നല്ല ഇതാണ്, പരിശോധിക്കാമല്ലോ. അപ്പൊ അങ്ങനെയാ. ബാക്കി മാധ്യമങ്ങൾ അങ്ങനെയല്ല, ആയിരക്കണക്കിന് മരണം റിപ്പോർട്ട് ചെയ്യാഞ്ഞിട്ടാണ്. അപ്പൊ ഇവർ കാണുന്നതാണ് ലോകത്തിന്റെ ചിത്രം മുഴുവൻ. ഇപ്പൊ ന്യൂയോർക്കിലൊക്കെ ഈ മണ്ണ് മാന്തി യന്ത്രം കൊണ്ട് മണ്ണ് മാന്തിയിട്ട് നിരത്തി ഡെഡ് ബോഡി വെച്ചിട്ട് മണ്ണിട്ട് മൂടുന്നത് നമ്മൾ കാണുന്നതാ. കേരളത്തിൽ ഒരു ശ്മശാനത്തിൽ ഒരു ക്യൂ പോലും ഉണ്ടായിട്ടില്ല. അപ്പപ്പോ ആരെങ്കിലും മരണപ്പെടുന്നുണ്ടോ കൊണ്ടുപോകുന്നു, സംസ്കരിക്കുന്നു. അതിന് സാധാരണ മരിക്കുമ്പോഴുള്ളതല്ലാതെ കോവിഡ് മരണം കാരണം 10 മിനിറ്റ് വൈകിയിട്ടില്ല. അതിന്റെ അർത്ഥം അത്ര കോവിഡ് മരണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് 2020 അതിന്റെ ശരിയായ ഉത്തരം കിട്ടി. 2020 എക്സസ് ഡെത്ത് അനാലിസിസ് വന്നത്. അതായത് കോവിഡ് കാലത്ത് എത്ര അധിക മരണങ്ങൾ ഉണ്ടായി,
അപ്പോൾ അത് താരതമ്യം ചെയ്യുന്നത് കോവിഡ് മുമ്പിലുള്ള 2019 ആകെ മരണം, കോവിഡിന്റെ വർഷം 2020 ആകെ മരണം. അത് പരിശോധിച്ചപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ട് കേരളത്തിലുണ്ടായി. അത് 2019 24,000-ലേറെ മരണം കുറവാണ് 2020. ലോകത്തിൽ തന്നെ 4-5 സ്ഥലത്തെ ഇങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ക്യൂബ, വിയറ്റ്നാം, ന്യൂസിലാൻഡ്, പിന്നെ ഏതോ ചെറിയ 2 രാജ്യങ്ങളാണ്. വൻകിട രാജ്യങ്ങളിലൊന്നും ഈ അവസ്ഥയില്ല. അപ്പോ എക്സസ് ഡെത്ത് കുറഞ്ഞ ഒരിടം കേരളം. ഇത് ലോകം മുഴുവൻ കാണുന്ന കാര്യമാണല്ലോ. എക്സസ് ഡെത്ത് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കോവിഡ് മരണം മറച്ചു വെച്ചിട്ടില്ല. മറച്ചു വെച്ചിരുന്നെങ്കിൽ ഈ മരണം ജനറൽ ഡെത്തിൽ പോയി ചേരും. ജനറൽ ഡെത്ത് കൂടിയിട്ടില്ലല്ലോ. അപ്പോ ഇത്ര വ്യക്തമായ രേഖകൾ ഉണ്ടായിട്ടും ഇപ്പോഴും ചിലപ്പോൾ അത് മരണം മറച്ചു വെച്ചിട്ടല്ലേ എന്ന് പറയും. പിന്നെ 21 മുതൽ കേരളത്തിൽ മരണം കൂടിയിട്ടുണ്ട്. അത് ഈ അസംബ്ലി ഇലക്ഷൻ എല്ലാവരും മിങ്കിൾഡായി ഒരുമിച്ച് വന്നു. അപ്പോൾ കുറച്ച് കോവിഡ് അധികം വന്നു. അന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാവരും യോഗം ചേർന്ന ഇടങ്ങളിലൊക്കെ കോവിഡ് വന്നിരുന്നു. അപ്പോൾ കുറച്ച് മരണം കൂടിയിട്ടുമുണ്ട്. എന്നാലും കേരളം വ്യത്യസ്തമാണ്. പക്ഷെ 2020 ആ ഫന്റാസ്റ്റിക് റിസൾട്ട് കാരണമാണ് ഇപ്പോൾ ഗാർഡിയൻ പത്രത്തിൽ അവര് എൻ്റെ ഒരു ഇന്റർവ്യൂ ആവശ്യപ്പെട്ടു. ലോറ സ്പിന്നി ഇന്റർവ്യൂ ചെയ്യും എന്ന് പറഞ്ഞു. ഓഫീസിൽ നേരിട്ട് വിളിച്ചിട്ടാണ്. എനിക്ക് അന്ന് ലോറ സ്പിന്നി അത്ര പരിചയമൊന്നുമില്ല. പക്ഷെ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ വളരെ പ്രശസ്തിയായിട്ടുള്ള എഴുത്തുകാരിയും ജേർണലിസ്റ്റും ഒക്കെയാണ്. നേരത്തെ 1-ാം ലോക മഹായുദ്ധ കാലത്തെ കടുത്ത ഫ്ലൂ വന്നിരുന്നല്ലോ, ആ ഫ്ലൂവിനെ കുറിച്ച് പുസ്തകമൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് ലോറ സ്പിന്നി. നല്ല ഇന്റർവ്യൂ ആയിരുന്നു. അവർ ചോദിച്ചതിനെല്ലാം ഞാൻ മറുപടി പറഞ്ഞു. ഓൺലൈനാണ്, ഞാൻ എൻ്റെ മന്ത്രി ഓഫീസിൽ ഇരുന്നിട്ടാണ്. അവർക്ക് ഭയങ്കര ആവേശമായിട്ട് അവരത് ഗാർഡിയൻ പത്രത്തിൽ ഒരു ഫുൾ പേജ് ലേഖനാക്കി. പക്ഷെ അവർക്ക് ഇഷ്ടമുള്ളൊരു തലക്കെട്ട് അവർ കൊടുത്തു. കെ ശൈലജ, കേരളാസ് റോക്ക് സ്റ്റാർ മിനിസ്റ്റർ, കൊറോണ വൈറസ് സ്ലെയർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തത്. അത് ഭയങ്കര ചർച്ചാ വിഷയം. യൂറോപ്പിലെല്ലാം നമ്മുടെ മലയാളികളുടെ അടുത്തെല്ലാം ഇത് വായിച്ചിട്ട് അവരാകെ അഭിമാനമായി എന്നെ വിളിച്ചു. ഞങ്ങൾക്ക് ഒരു മലയാളി ആയതിൽ വലിയ അഭിമാനം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകളടക്കം വിളിച്ചിരുന്നു. ടീച്ചർ പാർട്ടിയൊന്നുമല്ല ഞങ്ങൾ, പക്ഷെ ഇത് ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് കേരളത്തിലാണെന്ന് പറയാൻ അഭിമാനം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇവിടെ ചിലരെ വല്ലാതെ ചൊടിപ്പിച്ചു. ഇവിടെ ഒരു കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞു, കണ്ടില്ലേ ഗാർഡിയൻ പത്രത്തിൽ റോക്ക് ഡാൻസർ എന്ന് കൊടുത്തിരിക്കുന്നു ഈ മന്ത്രിയെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അത് പിന്നെ ഭയങ്കര ട്രോളായി. ഞാനതൊന്നും മറുപടി പറയാൻ പോയില്ല. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആ പറഞ്ഞ ആളും ഞാനും നല്ല സൗഹൃദത്തിലാണ്. അദ്ദേഹത്തിന്റെ കുടുംബമായിട്ട് എനിക്ക് ഇപ്പോഴും ആ സൗഹൃദമൊന്നും ഇല്ലാതില്ല. കാണുമ്പോൾ ഒക്കെ ഞങ്ങൾ അത്രയല്ലേ കാണാറുള്ളൂ. അപ്പൊ എനിക്കൊരു വിരോധമില്ല അദ്ദേഹത്തോട്. അദ്ദേഹം ആ വന്ന ദേഷ്യത്തിന് ഈ പാർട്ടിക്കകത്തൊക്കെ നടക്കുന്ന ചർച്ചയുടെ ഒരു സ്പിരിറ്റിൽ അദ്ദേഹം പറഞ്ഞത്, അല്ലാണ്ട് എന്നോട് വ്യക്തിപരമായ വൈരാഗ്യമൊന്നും അദ്ദേഹത്തിന് ഇല്ലാന്ന് എനിക്കറിയാം. പക്ഷെ അത് ഭയങ്കര, അത് കഴിഞ്ഞപ്പോഴാണ് കോവിഡ് റാണി, നിപ്പ രാജകുമാരി എന്നൊക്കെ. അതെന്ന് വെച്ചാൽ ഈ അസ്കിതയാണ്. എന്നെ അഭിനന്ദിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പം ഒരു ഇടതുപക്ഷക്കാരി ഇത്തര അഭിനന്ദനം വേണ്ട, പ്രത്യേകിച്ച് സ്ത്രീ ഇത്തര അഭിനന്ദനം വേണ്ട എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് അതിപ്പോഴും നടക്കുന്നുണ്ട് വേണ്ട പോലെ. ആദ്യമൊക്കെ എനിക്കൊരു ചെറിയ വിഷമം തോന്നിയിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് തമാശയാ തോന്നാറ്. ആദ്യം ഇത് കാണുമ്പോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ഒറ്റയായി വളർന്നു വന്നതിന് എന്റെ പാർട്ടിക്കകത്തും ആരും അങ്ങനെ വല്ലാണ്ട് വഴക്ക് പറഞ്ഞിട്ടൊന്നുമില്ല. കാരണം ഞാൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തം എല്ലാം കൃത്യമായി നിർവഹിക്കുന്ന ഒരാളാണ്. അതൊരു ചെറിയ കമ്മിറ്റിയുടേതായാലും വലിയൊരു സംഘടനയുടേതായാലും. അമ്മ കണ്ടില്ലേ, മകൾ അസോസിയേഷന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ഞാനായിരുന്നപ്പോഴാണ് ഓഫീസൊക്കെ എൻ്റെ ഒരു വാശി. എവിടെയെങ്കിലും ഞാൻ നിന്ന് പ്രവർത്തിക്കുമ്പോൾ അവിടെ എൻ്റെതായിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കാണിക്കണം. എൻ്റെ ഒരു എൻ്റെത് സ്വന്തമല്ല, എൻ്റെ മുൻകൈയോടുകൂടി. സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസർ വലിയ, അതെ, ഞാനും സീമയും കൂടിയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് TN സീമ. അപ്പൊ ഞങ്ങൾക്ക് അന്നൊരു വാശിയായിരുന്നു, നമുക്ക് രണ്ടുപേർക്കും കൂടി ഇതുണ്ടാക്കണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഏത് മേഖലയിലും ചെയ്യുന്ന എന്നെ അങ്ങനെ വല്ലാണ്ട് വഴക്ക് പറയും അങ്ങനെ ഒരു രീതിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ സങ്കടമുള്ള കാര്യമൊന്നും ഉണ്ടായില്ല എന്നുള്ളതല്ല. എന്നാലും പക്ഷെ ഇതിങ്ങനെ ഇനിയിപ്പം പ്രതിപക്ഷത്തായാലും സാധാരണ അവര് വിമർശിക്കുമ്പോൾ ഒരു ഭംഗിവാക്കോടെയാ പറയാ, ടീച്ചറെ ഞങ്ങള് ബഹുമാനിക്കുന്നു, എന്നാലും ഇത് പറയാതെ വയ്യ. അപ്പൊ നമുക്കൊരു സന്തോഷമുണ്ട്, കണ്ടോ അവരൊന്നും അങ്ങനെ നമ്മുടെ ശത്രുക്കളല്ല എന്നൊരു തോന്നൽ. ഇപ്പൊ അസംബ്ലിയിൽ ഞാൻ മന്ത്രിയായപ്പോ തന്നെ പ്രതിപക്ഷത്ത് നിന്ന് വിമർശിക്കാറുണ്ട്. അപ്പൊ അവരിൽ ഒരുപാട് പേർ പറയുന്നത്, ടീച്ചർ ഇതൊന്നും വ്യക്തിപരമായി കാണരുത് കേട്ടോ. കെ മുരളീധരൻ എന്നോട് പറഞ്ഞിരുന്നു, നീ ശിവകുമാർ എഴുന്നേൽക്കുമ്പോഴൊക്കെ ടീച്ചർ എഴുന്നേൽക്കേണ്ട കാര്യമില്ല, അങ്ങൊരു മുൻ ആരോഗ്യമന്ത്രിയല്ലേ, പറയട്ടെ എന്ന്. ടീച്ചർ പിന്നെ മറുപടി പറഞ്ഞാൽ മതി. എന്തെങ്കിലും പറയാൻ നോക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റ് മറുപടി പറയാൻ പുറപ്പെടുന്നു. അപ്പൊ അത് ഞാൻ പോസിറ്റീവായിട്ടേ എടുത്തിട്ടുള്ളൂ. അദ്ദേഹം എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞതാണെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പൊ എനിക്കും തോന്നി, അതെ, അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ ഇനി സാക്ഷാൽ ശിവകുമാറും എന്നെ അങ്ങനെ വ്യക്തിപരമായിട്ട് അങ്ങനെ ആക്രമിച്ചിട്ടൊന്നുമില്ല അസംബ്ലിയിൽ. എന്നാൽ വ്യക്തിപരമായി ആക്രമിച്ച ചിലരുണ്ട്, അവരുടെ പേര് ഞാൻ പറയുന്നില്ല. അത് ചിലപ്പോൾ കരുതി കൂട്ടി, പിന്നെ പാർട്ടി തീരുമാനമായിരിക്കാം,
അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇതെല്ലാം ഇവര് ചിലപ്പോൾ തമാശക്ക് പറയും, ടീച്ചർ അത് എല്ലാം വ്യക്തിപരമായിട്ട് എടുക്കുകയാണോ, നമ്മളത് പൊളിറ്റിക്സ് അല്ലേ. ശിവകുമാറും വെളിയിൽ കാണുമ്പോൾ എന്നോട് പറയും, ടീച്ചർ ഒന്നും വ്യക്തിപരമായിട്ട് എടുക്കരുത് കേട്ടോ എന്ന് പറയുമായിരുന്നു. അപ്പോൾ നമുക്കൊരു അതെല്ലാം നമുക്കും ഒരു പ്രതിപക്ഷ ബഹുമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, ഇങ്ങോട്ടും അങ്ങോട്ടും. എന്നാൽ അതിൽ നിന്ന് വിരുദ്ധമായിട്ട് വളരെ മോശമായിട്ട് ഇത്തരം ആക്രമണം വന്നത് ഞാൻ മന്ത്രിയായപ്പോഴല്ല. കരിങ്കൊടിയൊക്കെ കാണിച്ചിട്ടുണ്ട്, സമരമൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്കെതിരെയും. അത് പക്ഷേ പിന്നെ ഞാൻ ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്താണ് എന്നെ പരാജയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം സ്വാഭാവികമായിട്ടുണ്ടാവും. അതിനുവേണ്ടി ഈ വാട്സാപ്പിലൊക്കെ പ്രചരിപ്പിച്ച ഒട്ടേറെ കാര്യങ്ങൾ, അതിലാണ് ഈ PPE കിറ്റും കാര്യവും. അസംബ്ലിയിൽ അവരൊരു തവണ ഉന്നയിച്ചിരുന്നു ഞാനുള്ളപ്പോൾ തന്നെ. അതിന് നല്ല മറുപടി അന്ന് കൊടുക്കുകയും ചെയ്തു. ഞാനല്ല, മുഖ്യമന്ത്രി തന്നെ മറുപടി പറഞ്ഞു. യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഉള്ള കാര്യമാണ്. ഇപ്പൊ ലോകായുക്ത അത് തള്ളി. പക്ഷേ ആ കൊണ്ടുവന്ന കാര്യം പൊതുസമൂഹം അറിയേണ്ടതല്ലേ. അന്ന് ഈ സാധനമൊന്നും വാങ്ങുന്നത് കോവിഡ് കാലത്ത് ആരോഗ്യമന്ത്രി അല്ല, ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള ഒരു കോർ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഗവൺമെന്റ് പർച്ചേസിന്. കാരണം സാധാരണ ആരോഗ്യ മേഖലയിൽ നടക്കുന്ന പർച്ചേസ് പോരാ, ബൾക്കായിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങേണ്ടതായിട്ട് വരും. അപ്പൊ ആരോഗ്യ സെക്രട്ടറി മാത്രം വിചാരിച്ചാൽ നടക്കില്ല. പിന്നെ അതുകൊണ്ട് അത് ഭംഗിയായി നടത്താൻ വേണ്ടി ചീഫ് സെക്രട്ടറി, ആരോഗ്യവകുപ്പ് സെക്രട്ടറി, വ്യവസായ സെക്രട്ടറി, ഇങ്ങനെയുള്ള പ്രമുഖരായിട്ടുള്ള IAS ചേർന്നിട്ടുള്ള കോർ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. അവരാണ് ഒരു തീരുമാനം എടുത്ത് പറഞ്ഞത്, ആരോഗ്യവകുപ്പിന്റെ കയ്യിലുള്ള PPE തീർന്നിരിക്കുന്നു ഒന്നാം വേവ് വരുന്ന ഘട്ടത്തിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അടിയന്തരമായിട്ട് PPE ശേഖരിക്കണം. ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനെ അപായപ്പെടുത്താൻ പറ്റില്ല, ഡോക്ടർമാരെയും നഴ്സുമാരെയും. അവർക്ക് സുരക്ഷാ ഉപകരണങ്ങളില്ലാതെ അവരെ രോഗികളുടെ അടുത്ത് അയക്കാൻ പറ്റില്ല. ഈവൺ ഇത് ആളുകൾ വന്ന് പനി പരിശോധിക്കുമ്പോൾ പോലും ഇത് ഇടണമല്ലോ. ഏത് പനിയാണ് കോവിഡ് എന്ന് മനസ്സിലാവൂലല്ലോ. അപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ മാർക്കറ്റിൽ അന്ന് ഇത് അപ്രത്യക്ഷമായി. കാരണം ചൈന ലോക്ക്ഡൗൺ ആയല്ലോ. ഈ റോ മെറ്റീരിയൽസ് അധികവും ചൈനയിൽ നിന്നാണ് കമ്പനികൾ വാങ്ങിയിരുന്നത്. അപ്പോൾ ഈ അടിച്ചു വെച്ച സാധനങ്ങളൊക്കെ, തയ്ച്ചു വെച്ച സാധനങ്ങളൊക്കെ തീർന്നു. പിന്നെ ഒരു കമ്പനിയുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ട്, അത് പെട്ടെന്ന് അപേക്ഷിച്ചാൽ കിട്ടും. പക്ഷേ മാർക്കറ്റിൽ സാധനം ഇല്ലാണ്ടിരിക്കുമ്പോൾ മുതലാളിത്തത്തിന്റെ തന്ത്രം ഉണ്ടല്ലോ, പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും. അപ്പോ കരിഞ്ചന്ത തന്നെ ഉണ്ടായി. അവര് വില കൂട്ടി. 1500 രൂപ എന്നാലേ തരൂ. രൂക്ഷമായ സാഹചര്യത്തിൽ 1500 രൂപക്കേ തരുള്ളൂ എന്ന് കമ്പനി. നമ്മളാണ് ഈ കമ്പനിയോട് കഴിയുന്നതും വില പേശിയിട്ടും കുറക്കുന്നില്ല. അവർക്ക് കുഴപ്പമില്ല, നമ്മൾ വാങ്ങിയിട്ടില്ലെങ്കിലും ആവശ്യക്കാർ ഇങ്ങനെ നിൽക്കുക, അവരുടെ അടുത്ത് കുറച്ചേ സ്റ്റോക്ക് ഉള്ളൂ, അവർക്ക് ആർക്ക് വേണമെങ്കിലും എടുത്തു കൊടുക്കാം ആ പൈസക്ക്. അപ്പോഴാണ് ഈ കോർ കമ്മിറ്റി ആലോചിച്ചിട്ട് അതിൻ്റെ അകത്ത് നിന്ന് പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചത്. നമ്മൾ 50,000 എണ്ണത്തിന് ഓർഡർ ചെയ്തു, പക്ഷെ കമ്പനി തന്നില്ല. കാരണം അവർക്ക് ഒരുപാട് ആളുകളുണ്ട്, ആവശ്യക്കാര്. അവരെല്ലാം തൃപ്തിപ്പെടുത്താൻ അവരുടെ കയ്യിലുള്ള സ്റ്റോക്ക് പലർക്കുമായി വീതിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് 50,000 ചോദിച്ചെങ്കിലും 15,000 തന്നുള്ളൂ. പക്ഷെ ആ 15,000 കിട്ടിയത് വലിയ ഉപകാരമായി. അത് പെട്ടെന്ന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അടുത്തത് മാർക്കറ്റിൽ വരുന്നത് വരെയെങ്കിലും ഉപയോഗിക്കാൻ ഈ 15,000 കിറ്റ് നമുക്ക് വലിയ ഫലം ഉണ്ടാക്കി. അപ്പൊ അത് ഉപയോഗിച്ചത് കൊണ്ട് എന്താ, ഡോക്ടർമാരൊന്നും മരിച്ചു പോയില്ല. കേരളത്തിൽ കോവിഡിന്റെ മുഖത്ത് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് മരിച്ചിട്ടില്ലല്ലോ. അത് ലോകത്തിൽ തന്നെ അത്ഭുതമുള്ളൊരു കാര്യമല്ലേ. ബാക്കി എല്ലായിടത്തും എത്ര ഡോക്ടർമാരും നഴ്സുമാരും പാരാമെഡിക്കൽ സ്റ്റാഫൊക്കെ മരിച്ചുപോയി. അപ്പൊ അതാണ്, അങ്ങനെ വാങ്ങിയതാണത്. അപ്പൊ ചിലർ വാദിച്ചത് അന്ന് 500 രൂപക്ക് കിട്ടാനുണ്ടായിരുന്നു, ഏതോ ഒരു കമ്പനി പറഞ്ഞിരുന്നു, പേര് ഞാൻ ഓർമ്മിക്കുന്നില്ല. പക്ഷെ അത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിന് ഐ മാസ്ക് ഇല്ല, കാലിനുള്ള ഗ്ലൗസ് ഇല്ല, കയ്യുറ പ്രോപ്പർ അല്ല, ക്വാളിറ്റി ഉള്ളതല്ല. കിറ്റും ഇത് നല്ല ക്വാളിറ്റി ഉള്ളതല്ലെങ്കിൽ വൈറസ് അകത്ത് കിടക്കും. അതാണ്. അപ്പോ അതുകൊണ്ട് അത് നമ്മൾ വാങ്ങിയില്ല. അത് ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ വാങ്ങുന്നതിന് വിരോധമില്ല. ഇത് വാങ്ങിക്കഴിഞ്ഞ് 1500 രൂപക്ക് വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3-4 മാസം കഴിയുമ്പോൾ മാർക്കറ്റിൽ 860 രൂപക്ക് സ്റ്റിച്ച് എവിടെ നിന്നൊക്കെയോ കിട്ടിയ മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്ത് മാർക്കറ്റിൽ എത്തിച്ചു. അത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്രത്തോളം ഗുണനിലവാരം ഇല്ലെങ്കിലും തീരെ മോശമല്ല. അപ്പൊ നമ്മൾ ഉടനെ തന്നെ, നമ്മളെന്ന് വെച്ചാൽ ഈ കോർ കമ്മിറ്റി ഇടപെട്ടിട്ട് ഇത് ബാക്കി 35,000 ക്യാൻസലാക്കി. എന്നോട് വിളിച്ച് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു ആ കമ്പനിക്ക് ആയിട്ട് അഗ്രിമെന്റ് വെച്ചതാണ്, അവർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടൊന്നും വരരുത്, അതുകൊണ്ട് അവരോട് സംസാരിക്കണം. നിങ്ങൾ സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് ചെറിയ പൈസക്ക് കിട്ടും, ഒന്നുകിൽ നിങ്ങൾ ഈ പൈസക്ക് തരണം, അല്ലെങ്കിൽ ഇത് ഞങ്ങളെ വാങ്ങാൻ അനുവദിക്കണം, നിങ്ങളുടെ ഓർഡർ ഞങ്ങൾ ക്യാൻസൽ ചെയ്യും. ക്യാൻസൽ ചെയ്ത് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുമോ എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടി വരും. അപ്പൊ അവരുമായി സംസാരിച്ചപ്പോൾ അവര് അങ്ങനെ വാശി പിടിച്ചില്ല, അവരുണ്ടാക്കിയിട്ടില്ല, അവരുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ വന്ന PPE കിറ്റ് നമ്മൾ 860 രൂപക്ക് വാങ്ങി. അപ്പൊ പല വിലക്ക് വാങ്ങിയിട്ടുണ്ട്. ഇത് നല്ല വ്യക്തത ഉണ്ടായിട്ടും
അവര് ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. ഇപ്പോഴും ആരെങ്കിലും രണ്ടാളെങ്കിലും വിശ്വസിച്ചോട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. ഞാനല്ല വാങ്ങിയതെന്നറിയാം. പക്ഷെ ഞാൻ അത് വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് ഇവരുടെ ജീവനിൽ ഉത്കണ്ഠയുണ്ട്, ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും. പലരും എന്നെ കണ്ടപ്പോഴും മെസ്സേജ് അയച്ചിട്ടും ഒക്കെ പറഞ്ഞു, ടീച്ചർ ഇതിൽ വിഷമിക്കേണ്ട, കാരണം 10 രൂപക്ക് വാങ്ങിയ മാസ്ക് ഒന്നാം വേവിന്റെ സമയത്ത് 100 രൂപക്ക് വാങ്ങിയിട്ടുണ്ട്, വീണ്ടും 10 രൂപക്കായിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഡിസാസ്റ്റർ ആണ്. ആ ഡിസാസ്റ്റർ കാലത്ത് ചെയ്ത ഏറ്റവും സത്യസന്ധമായിട്ടുള്ള ഒരു ജോബാണത്. അതില് എന്ത് പറഞ്ഞാലും എനിക്കതിൽ ഒരു പ്രശ്നവുമില്ല. കാരണം അതിനകത്ത് യാതൊരു പിന്നെ തെറ്റായിട്ടുള്ള കാര്യം ഉണ്ടായിട്ട്. ഇത്രയും ഗൗരവപരമായ കാര്യങ്ങളിലേക്ക് കിടന്നതുകൊണ്ട് ഞാൻ വേറെ കുറച്ച് കാര്യം കൂടി ചോദിക്കാം. ഒഴിവ് സമയം ടീച്ചറിന് കിട്ടാറുണ്ടോ ഇതിന്റെ ഇടയില്? വളരെ കുറവാണ്. കാരണം എന്താന്ന് വെച്ചാല് രാത്രി ചിലപ്പോ 10 മണി 11 മണി വരെയൊക്കെ പ്രോഗ്രാംസ് ഉണ്ടാവും മിക്കവാറും ദിവസങ്ങളിൽ. രാവിലെ പിന്നെ എഴുന്നേറ്റ് ഇപ്പൊ MLA ആയതുകൊണ്ട് രാവിലെ ഒരു 6:30 ആകുമ്പോഴേക്കും ബെല്ലടിക്കാൻ തുടങ്ങും ആളുകൾ. വീട്ടിലാണെങ്കിലും പലവിധ കാര്യങ്ങൾക്ക് വേണ്ടി കാണാൻ വരുന്ന. ടീച്ചറാണെങ്കിൽ ആര് വന്നാലും കുറെ സമയം ഇരുന്ന് കേൾക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എന്താ വെച്ചാൽ ചിലത് നടക്കാത്ത കാര്യമാണെങ്കിലും വളരെ വെപ്രാളായിട്ട് വരുന്ന ആളുകളായിരിക്കും, സങ്കടങ്ങളുമായിട്ട്. ഒരു 5-10 മിനിറ്റ് അവരെ കേട്ടാൽ അവർക്കൊരു അതങ്ങ് റിലീസാവും വിഷമം. അപ്പോ അവസാനം അവര് തന്നെ പറയും, നടന്നിട്ടില്ലേലും വേണ്ടില്ല, ടീച്ചർ ഇത് കേട്ടല്ലോ. അപ്പോ അത് മനുഷ്യ സഹജമാണ്. അതുകൊണ്ട് ഞാൻ എനിക്ക് സമയമില്ല, നമുക്ക് പിന്നെ പറയാം, അങ്ങനെ പറയാറില്ല. അവരിത്തിരി കേൾക്കും, അതിന് നല്ല സമയം എടുക്കും. പലരും എന്നെ വിമർശിക്കാറുണ്ട്, ഓരോ ആളുകൾക്ക് ഇത്ര സമയം കൊടുത്തിട്ടല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ തിരക്ക് കൂട്ടേണ്ടി വരുന്നത്. അത് എൻ്റെ പണ്ടേയുള്ള ഒരു ശീലമാണ്, കേൾക്കുക എന്നുള്ളത്. അത് കേൾക്കാറുണ്ട്, കേൾക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ രാവിലത്തെ സമയം അത് കഴിഞ്ഞ് പിന്നെ 10 മണിക്കായിരിക്കും മിക്കവാറും പ്രോഗ്രാം, ചിലപ്പോൾ 9 മണിക്ക് ഉണ്ടാവും. അവിടത്തേക്ക് പിന്നെ ഒരു ഓട്ടമാണ് ഇതായിട്ട്. അങ്ങനെ പരിപാടികൾ പിന്നെ ചെയിനായിട്ട് പരിപാടിയാണ് രാത്രി വരെ. അതും കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊരു കുഞ്ഞുമോളുണ്ട് ഇവിടെ. ഒരു കുഞ്ഞുമോള് ദുബായിലാണുള്ളത്. അപ്പോൾ എല്ലാ ദിവസവും ഈ മക്കളെ ദുബായിലുള്ളവരെ വിളിക്കാത്ത ഒറ്റ ദിവസം ഉണ്ടാവില്ല. ഞാൻ വിളിച്ചിട്ടില്ല, എൻ്റെ മോനെ ഇങ്ങോട്ട് വിളിക്കും. മോളും മോൻ്റെ ഭാര്യയും കുഞ്ഞിനെ എല്ലാം കൂടി ഓൺലൈനിൽ കണ്ടിട്ടാണ് അന്നത്തെ ദിവസം അവസാനിക്കുന്നത്. അതുപോലെ ഇവിടെയുള്ള മോളുടെ കൂടെ കുറച്ചു നേരമെങ്കിലും ഇരിക്കണം. അച്ഛമ്മേന്റെ കൂടെ കളിക്കുമെന്ന് പറയും. അതാണ് രണ്ടുപേർക്കും അച്ഛമ്മേനെ വലിയ കാര്യമാണ്. അപ്പോൾ അവരുടെ കൂടെ കുറച്ച് തങ്ങും. ഇതെല്ലാം കഴിയുമ്പോൾ 12 മണിയാവും. അപ്പോ ലിഷർ എന്ന് പറയുന്നത് മുമ്പൊക്കെ വായനയായിരുന്നെങ്കിൽ ഇപ്പോ അങ്ങനെ ഒരു മനസ്സറിഞ്ഞിരുന്ന് വായിക്കാനുള്ള ഒരു സമയം കുറഞ്ഞു പോകുന്നു. പാട്ട് കേൾക്കുക, സിനിമ കാണുക, അങ്ങനെയൊന്നും. രാത്രി കിടക്കുമ്പോഴാണ് പാട്ട് കേൾക്കുന്നത്. അത് സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തിരുവനന്തപുരത്തുള്ള സമയത്താണ്. തിരുവനന്തപുരത്താകുമ്പം പൊതുയോഗങ്ങളും പൊതുപരിപാടികളും കുറയുമല്ലോ. അസംബ്ലി ഒക്കെ ഉള്ള ദിവസം വൈകുന്നേരം ഫ്രീ ആവും. അപ്പൊ നല്ല സിനിമ ഇറങ്ങി ഉറപ്പായിട്ടും പോയിട്ട് കാണും. ഒറ്റയ്ക്ക് പോവും? അല്ലല്ല, ഞാനും മോളും. ഇപ്പൊ നേരത്തെ ആണെങ്കിൽ ഞാൻ ആദ്യം MLA ആയ സമയത്ത് NK രാധ MLA, ഗിരിജ സുരേന്ദ്രൻ, ഞങ്ങൾ 3 പേരാണ് ഒരുമിച്ച് എപ്പോഴും ഉണ്ടാവുക. അതിന് മറ്റ് MLA മാർ കളിയാക്കും, വൈകുന്നേരം ഇവർക്ക് സാംസ്കാരിക പരിപാടിയിട്ട് പോകുന്നേക്കും. എല്ലാ സിനിമക്കും ഞങ്ങൾ പോവും. പിന്നെ മണിയാശാൻ അങ്ങനെ ഒരാളായിരുന്നു, കൃത്യമായിട്ട് എല്ലാ സിനിമയും. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടി എല്ലാ സിനിമയും മിക്കവാറും കാണുമായിരുന്നു. ചിലതൊക്കെ ചവറായിരിക്കും. ഇപ്പൊ പിന്നെ സെലക്റ്റഡ് ആയിട്ട് സമയം അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ ഈ സത്യനന്ദിക്കാരുടെ സിനിമ ഇറങ്ങിയാൽ ഞാൻ കൃത്യമായിട്ട് പോയി കാണുമായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ അടുത്ത കാലത്ത് ബേസിലിന്റെ സിനിമ വന്നാൽ അങ്ങനെയായി. അപ്പോ ഇപ്പൊ അത് നോക്കാറില്ല. ഇപ്പൊ പുതിയ സംവിധായകർ നന്നായിട്ട്. ഞാൻ ഈ അടുത്ത നാളാണ് എക്കോ കണ്ടത്. ഗംഭീര സംഭവമാണ് അത് കേട്ടോ. അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. എനിക്കും അതിനെക്കുറിച്ച് എഴുതാനും ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എഴുതാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുണ്ട്. അതൊരു വലിയ സന്ദേശം തരുന്നൊരു സിനിമയാണ്. ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റെസ്ട്രിക്ഷൻ ഈസ് നോട്ട് പ്രൊട്ടക്ഷൻ എന്നാണ്. അത് സ്ത്രീ സമൂഹത്തിന് തന്നെ, എല്ലാ സ്ത്രീകൾക്കും പാഠമായിട്ടുള്ള ഒന്നാണ്. ഒരു വലിയ സന്ദേശമുള്ള ഒരു സിനിമയാണ്. പിന്നെ അതുപോലെ ഇതിനകത്ത് ആക്ഷനും അവരെല്ലാം പുതുമുഖങ്ങളാണെങ്കിലും നന്നായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ഉർവശിയുടെ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. ഞാൻ ഈ എൻ്റെ ഉമ്മാന്റെ പേര് എന്ന് പറയുന്നത് ആ സിനിമ ഞാൻ ഇടയ്ക്കേ വെച്ച് കാണും. നമ്മുടെ പിന്നെ ഉർവശിയും ഇദ്ദേഹം ടോവിനോയും എന്തൊരു ഒരു ചേർച്ചയാണ് എന്നുള്ളതാണ്. വളരെ നിഷ്കളങ്കമായിട്ട് ഉള്ള സംസാരമൊക്കെ. അത് ഞാൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാണും. ആ സിനിമ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അങ്ങനെയുള്ള കുറെ സിനിമകളുണ്ട്. ഇടയ്ക്ക് വീണ്ടും വീണ്ടും എടുത്ത് കാണുന്ന കുറെ സിനിമകളുണ്ട്. അപ്പൊ സിനിമ ചെറുപ്പത്തിലേ ഹരമാണ്. പഴയ പാട്ടുകളാണോ കേൾക്കുന്നത്? ഞങ്ങൾ അധികവും, ഞാനും മാഷും ഭാസ്കരേട്ടനും കേൾക്കുന്ന അധികവും പഴയ പാട്ടുകളാണ്. അത് പുതിയ തലമുറയ്ക്ക് അതിനോട് അത്ര ഇതുണ്ടോന്ന് അറിയില്ല. ജയചന്ദ്രന്റെ, യേശുദാസിന്റെ ഒക്കെ പഴയ വളരെ മധുരമായിട്ട്, പിന്നെ നല്ല അർത്ഥമുള്ള വരികൾ ഉണ്ട്, നല്ല കാവ്യ ഭാവനയുള്ള വരികളുണ്ട്. മോശമായിട്ടുള്ള ചില വരികളും ഉണ്ട്,
അത് ആ മോശമെന്നറിയാണ്ടാണ് ആളുകൾ പകർത്തി പാടിയിരുന്നത്. പഴയ കാലത്തും സെക്ഷലായിട്ടൊക്കെ ഉള്ള വരികളൊക്കെ ഉണ്ട്. പക്ഷെ അത് അങ്ങനെ ആയിരുന്നു എന്ന് അറിയില്ല. അറിയാതെ സംഗീതത്തിൽ ലയിച്ച്, ഞങ്ങൾക്കും ഒന്നും അറിയായിരുന്നല്ലോ കുട്ടിക്കാലത്ത്. സംഗീതത്തിൽ ലയിച്ചങ്ങ് പാടുകയാണ്. എന്നാൽ നല്ല മനോഹരമായിട്ടുള്ള അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാനൊരു വേള ഒരു മാത്ര വെറുതെ നിന്നിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ജയകുമാർ സാറിന്റെ അദ്ദേഹത്തിന്റെ കുറെ പാട്ടുകളുണ്ട്. കെ ജയകുമാറിന്റെ മിഴികളിൽ നോക്കി ഞാൻ ഒരു പാട്ടുണ്ടല്ലോ, അനുഭൂതി പൂക്കും നിൻ മിഴികളിൽ നോക്കി വെറുതെ ഇരുന്നേറെ നേരം. അതൊക്കെ എടുത്ത് കേൾക്കും. പ്രണയഗാനങ്ങളാണ് ടീച്ചർക്ക്? എല്ലാം പ്രണയഗാനങ്ങളല്ല, എന്നാൽ പഴയ പ്രണയഗാനങ്ങൾ. ഇപ്പൊ പ്രായമായതുകൊണ്ട് പ്രണയഗാനങ്ങൾ മാത്രം കേൾക്കുന്നൊരവസ്ഥയല്ല. പക്ഷെ അതിന്റെ ഒരു ഭാവാത്മകതയാണ് നമ്മളെ ഒരു മറഞ്ഞുറ്റി പ്രണയത്തിൻ്റെതല്ല, ഒരു കാവ്യാത്മകതയുണ്ട് അതിനകത്ത്. അതാണ് നമ്മുടെ മനസ്സിനെ ഹൃദ്യമായിട്ട് സ്വാധീനിക്കുന്നത്. അതല്ലാത്ത പാട്ട് ഇപ്പോ കുടജാദ്രിയിൽ ഞാൻ എപ്പോഴും കേൾക്കുന്നതാണ്. അതൊരു ഭക്തിഗാനാണ്. പക്ഷെ അതിന്റെ ഒരു സാന്ദ്രതയുണ്ടല്ലോ, അത് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ഒരു സ്പന്ദിപ്പിക്കുന്ന ഒരു. അതെ, പലരും യേശുദാസിന്റെ ഭക്തിഗാനങ്ങൾ കേൾക്കാറുണ്ട്. അതെ. അത് ഇപ്പം ശബരിമലയിൽ നട തുറക്കുമ്പോഴുള്ള ഹരിവരാസനം ഞാൻ മിക്കവാറും പലപ്പോഴും കേൾക്കുന്ന ഇതാണ്. നമുക്കത് കേൾക്കും തോറും അതിന്റെ ഒരു മ്യൂസിക്കും അതിന്റെ ട്യൂണും അതിന്റെ ഒരു അവതരണവും എല്ലാം കൂടി അങ്ങനെയുള്ള ഒരുപാട്. പിന്നെ നന്ദനത്തിലെ പിന്നെ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള നവ്യ അഭിനയിച്ച രംഗത്തുള്ള അതെല്ലാം കേൾക്കും. വിപ്ലവഗാനങ്ങളും കേൾക്കും, അതുപോലെ തന്നെ ഇതെല്ലാം കേൾക്കാറുണ്ട്. അപ്പൊ പാട്ട് എപ്പോഴും മിക്കവാറും ആളുകളെ, ഞാൻ മന്ത്രിയായിരുന്നപ്പോ ഈ സംഗീതത്തിനൊരു പ്രാധാന്യം കൊടുക്കണം എന്നൊരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് തന്നെ ആശുപത്രികളിൽ പ്രസവ വാർഡുകളിലൊക്കെ കുറച്ച് യുവ ഡോക്ടർമാരുണ്ടായിരുന്നു അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. അങ്ങനെ മ്യൂസിക് ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് മ്യൂസിക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പം രാത്രി നമുക്ക് പലവിധ ചിന്തകളും ഒക്കെ വന്നിട്ട് ചിലപ്പോൾ ഉറക്കം വരാതുണ്ടെങ്കിൽ സോഫ്റ്റ് മ്യൂസിക് ഉണ്ടല്ലോ, ഫ്ലൂട്ട് അതുപോലെയുള്ള സോഫ്റ്റ് മ്യൂസിക് കുറച്ചു നേരം വെച്ചാൽ അതെന്താ വെച്ചാൽ നമ്മൾ ഇതിൽ ലയിക്കും, വേറെ ചിന്തകളെ അങ്ങ് കയറാൻ പാടില്ല. ഞാൻ വെക്കാറുണ്ട്, അങ്ങനെ കേൾക്കാറുണ്ട്. വലിയ സ്ട്രെസ് വരുമ്പോഴും സ്ട്രെസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, അത് ചെയ്തില്ലല്ലോ ഇത് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണ്. മറ്റു വേറെ ഒന്നും അങ്ങനെയുള്ള ഒരു പ്രശ്നമല്ല. സാധാരണ അങ്ങനെ ഞാൻ ഒരു സ്ട്രെസ്ഡ് ആയിട്ട് ചെയ്യാത്തൊരവസ്ഥയിലേക്ക് എത്താൻ മനസ്സിനെ അനുവദിക്കാറില്ല. പ്ലാനിങ് ആണെല്ലാം, പ്ലാനിങ്ങിലൂടെയാണ് കാര്യങ്ങൾ ചെയ്യാറ്. ഡയറി ഉണ്ടോ ടീച്ചർ? എനിക്ക് ഡയറി ഉണ്ട്. എല്ലാം ഞാൻ മറന്നുപോകും. എൻ്റെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ, ഇന്ന വർക്ക് അത് ഇന്ന ടേബിളിലാണ് ഉള്ളത്, സിയുടെ അടുത്താണുള്ളത്, അല്ലെങ്കിൽ മന്ത്രിയുടെ അടുത്താണുള്ളത് എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസവും ഞാനത് നോട്ട് ചെയ്യില്ലെങ്കിൽ ഓർമ്മയുണ്ടാവില്ല, മാറിപ്പോകും. കുറേ വർക്ക് ഉണ്ടാവുമ്പം വിളിക്കാനും പറയാനും അതത് സമയത്ത് അവിടെ മുട്ടിയാലേ ഇത് പാസ്സായി കിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഡയറി ഉണ്ട്. എന്നാൽ അനുഭവങ്ങൾ കൃത്യമായി ഡയറി കുറിപ്പ് ആക്കണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ, ചെയ്യാത്ത ഒരാളുമാണ്. പിന്നീട് ഒരു കാര്യം എഴുതുമ്പോൾ, എന്തെങ്കിലും എഴുതണം തോന്നുമ്പോൾ അങ്ങനെ ഒരു നാൾ വഴിയുള്ള ഡയറി എനിക്കുണ്ടാവില്ല. ഞാൻ ആകെ ഒരു വൃത്തിയായിട്ട് ചൈന സന്ദർശനത്തിൽ 10-15 വർഷം മുമ്പ് ഇവിടുന്ന് 2 ചെറിയ ഡയറി എടുത്തിട്ടായിരുന്നു പോയിരുന്നത്. അപ്പോൾ പോയ വഴിക്കൊക്കെ അത് കൃത്യമായി നോട്ട് ചെയ്തു വന്നു. അത് നന്നായി സഹായിച്ചു. ഞാനൊരു ചൈന സന്ദർശനത്തിനെ കുറിച്ചുള്ളൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ചൈന രാഷ്ട്രം രാഷ്ട്രീയം കാഴ്ചകൾ എന്ന് പറഞ്ഞ ചിന്ത പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അത് എഴുതുമ്പോൾ എനിക്ക് ഭാഗ്യവശാൽ ഇതിൽ കുറിച്ചതുകൊണ്ട് ആ സ്ഥലപ്പേരും ആളുകളുടെ പേരും ഒക്കെ ശരിക്കും ഓർമ്മിച്ചിട്ട് എഴുതാൻ പറ്റി. എന്നാൽ അതിനുശേഷം നടത്തിയ യാത്രകളിൽ അങ്ങനെ ആഗ്രഹിച്ചിട്ടും അത് പിന്തുടരാൻ പറ്റിയില്ല. ഈ യാത്രകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പല നേതാക്കളും കൂടുതലും ഇപ്പൊ എല്ലാരും വാഹനത്തിൽ തന്നെ ആയിരിക്കും കൂടുതൽ സമയവും, പിന്നെ പരിപാടികൾ, വീണ്ടും വാഹനം, അങ്ങനെ. അപ്പൊ ഈ യാത്രക്കിടെ ചില നല്ല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇവിടത്തെ പ്രധാനപ്പെട്ട ഭക്ഷണം ഇതാണ്, എന്നാൽ ഇവിടെ കയറി കഴിച്ചു കളയാം എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്, പലർക്കും ഉണ്ട് അത് യാത്ര ചെയ്യുമ്പോൾ. ടീച്ചർക്ക് അങ്ങനെ ഭക്ഷണത്തോടൊരു താല്പര്യം പ്രത്യേകമായി ഉണ്ടോ, അതോ എന്ത് കിട്ടുന്നത് കഴിക്കും, അങ്ങനെയാണ്? അങ്ങനെയല്ല, ഓരോ സ്ഥലത്ത് പോകുമ്പം പിന്നെ അവിടുത്തെ ചില പ്രത്യേക ഭക്ഷണങ്ങൾ. ഇപ്പോ ഞാൻ തായ്ലൻഡ് പോയ സമയത്തായിരുന്നു തോന്നുന്നൊരു മാംഗോ റൈസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അവിടെ. അവിടുത്തെ മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടുന്നത്. തായ്ലൻഡിലാണോ അല്ല സിംഗപ്പൂര് ആണോ എന്നുള്ള എനിക്ക് നല്ല പെട്ടെന്ന് വിട്ടുപോയി. എന്തായാലും മാംഗോ റൈസ്, മാംഗോ സ്റ്റിക്കി റൈസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവിടുത്തെ ഓപ്പൺ മാർക്കറ്റിനകത്ത് ഇത് നല്ലൊരു അവിടുത്തെ ഒരു ഭക്ഷണമാണെന്ന് ആരൊക്കെയോ പറഞ്ഞനുസരിച്ച് പോയി. അതുകൊണ്ട് അവിടെ ചെന്ന് ഇത് വാങ്ങി കഴിച്ചു നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ്. ഒരു പ്രത്യേക റൈസാണ്. അത് കുറച്ച് നല്ലതായിട്ട് വേവിച്ചിട്ട്
അതിന്റെ മേലെ മാംഗോ പീസും ഒക്കെ വെച്ച് ഒരു പ്രത്യേക സോസും ഒക്കെ ഒഴിച്ചിട്ട് കഴിച്ചാൽ നമുക്ക് മതിയാവില്ല, അത്രയും രസമാണ്. അങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇപ്പൊ ഈയിടെ യഥാർത്ഥത്തിൽ പിന്നെ ഇവിടെ കർണാടകയിൽ ബാംഗ്ലൂർ പോയപ്പോഴാണ് ആന്ധ്രാപ്രദേശുകാരുടെ ഒരു പ്രത്യേക മീലുണ്ട്. അവിടെ ഒരു ആന്ധ്രാപ്രദേശ് ഹോട്ടലുണ്ട്. ആന്ധ്രയിൽ പോയപ്പോഴല്ല, അവിടെ ചെന്നപ്പോഴാണ് കഴിച്ചത്. ആന്ധ്ര മീൽ മേടിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഒരു സുഹൃത്ത് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ നല്ല വെള്ള അരിന്റെ ചോറും ഒരു തരം പൊടി ഇട്ടിട്ട് ഇതൊക്കെ നെയ്യൊക്കെ ഒഴിച്ചിട്ടുള്ള അങ്ങനെ ചിലയിടത്ത് ആ ട്രഡീഷണൽ ഭക്ഷണം പറയുമ്പോൾ അത് പരീക്ഷിക്കണം എന്ന് തോന്നാറുണ്ട്, ചെയ്തിട്ടുമുണ്ട്. പക്ഷെ കണ്ണൂരായിരിക്കും എന്താ കഴിക്കാൻ ഇഷ്ടം? കണ്ണൂര് നമുക്ക് സ്ഥിരം നമ്മുടെ ഒരു ക്ലീശയുണ്ട്, ഇത്തിരി മത്സ്യക്കറി, ഒരു ചെറിയ തോരൻ, ഒരു അച്ചാറ്, അതാണ് നമ്മുടെ ശീലം. അതുകൊണ്ട് എനിക്കും ഈ തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരുപാട് കറികൾ ഇങ്ങനെ വിളമ്പിയാൽ എനിക്കതൊന്നും അധികമായി തോന്നും. അതെ അതെ, അത് ഒന്നിനും ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നിപ്പോകും ചിലപ്പോ. ഭക്ഷണം നല്ല ടേസ്റ്റ് ഉള്ളതാണ്, പക്ഷെ രീതി അതാണ്. ഒരു മത്സ്യക്കറി, പിന്നെ ചിലപ്പോ ഒരു മോര് കറി ഉണ്ടാവും, അത് രണ്ടുമാണ്. പിന്നെ ഒരു അച്ചാറും ഒരു പിന്നെ തോരനും ആയാൽ ആയി. മത്സ്യമാണെങ്കിൽ ഇത്തിരി ഒരു മത്സ്യം വറുത്തത്. ആ ഒരു ഇതിൽ ശീലിച്ചത് കൊണ്ട് അതിലൊതുങ്ങാനാണ് ഇപ്പോഴും ഇഷ്ടം, അത് അധികം വിഭവങ്ങളേക്കാൾ. ടീച്ചർ, ഇപ്പൊ നമ്മളൊരു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ്, അതാണ് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് നമ്മുടെ മുന്നിൽ. അപ്പൊ ടീച്ചറെ പേരാവൂരേക്ക് പറിച്ചു നട്ടു എന്നൊക്കെ പറഞ്ഞ് ഒക്കെ ചർച്ചയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങൾക്കാണ് ഈ വേവലാതിയും വിഷമവും ഒക്കെ. ആളുകൾക്ക് ടീച്ചർ മത്സരിക്കുന്നു എന്നത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യം. അങ്ങനെ പല അഭിപ്രായങ്ങളായിരിക്കും. അപ്പോ അങ്ങനെ മാറ്റി നട്ടു എന്നൊക്കെയുള്ള വർത്തമാനങ്ങളോട് ടീച്ചർക്ക് എന്താണ്? എന്താ എഴുതി കൂടാത്തത്? ഞങ്ങളുടെ ഒരു സെക്രട്ടേറിയറ്റ് കഴിഞ്ഞപ്പോ ഒരു പത്രത്തിൽ വലിയ ഹെഡിങ്, എനിക്കെന്താ മത്സരിച്ചുകൂടെ കെ ശൈലജ. അതെ, ഞാൻ അന്തം വിട്ടുപോയി. അങ്ങനെ ചോദിക്കാവുന്ന ഒരു ഇടാണോ പാർട്ടി സെക്രട്ടേറിയറ്റ്? ഞാൻ അങ്ങനെ ചോദിച്ചാൽ തീർന്നില്ലേ ഞാൻ? പിന്നെ എനിക്കെന്താ ഒരു വ്യക്തിപരമായിട്ടുള്ള അന്തസ്സുള്ളത്? ഞങ്ങളൊരു നോംസ് പാർട്ടി എടുത്തിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, 2 ടേം തുടർച്ചയായി മത്സരിച്ച ആളുകൾ മാറി നിൽക്കണം എന്നുള്ളതാണ്. അതിൽ PBയിൽ നിന്നും PB മെമ്പർ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിക്ക് ഒരു ഇളവ്, ആ മണ്ഡലത്തിൽ തന്നെ മുഖ്യമന്ത്രി മത്സരിക്കണം എന്നുള്ളതാണ്. ബാക്കി എല്ലാവരും 2 ടേം മത്സരിച്ചവര് മാറി നിൽക്കുക എന്നുള്ളതാണ്. പക്ഷെ ഏതെങ്കിലും ഒരു MLA 2 ടേം തുടർച്ചയായി, പക്ഷെ അദ്ദേഹം നിന്നാലേ ആ മണ്ഡലം ജയിക്കൂ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമ്മിറ്റിക്ക് ആ MLA തന്നെ തുടർച്ചയായിട്ട് മത്സരിപ്പിക്കണം. അല്ലാത്ത പക്ഷം ഉറപ്പായിട്ടും ആര് നിന്നാലും മത്സരിക്കുന്ന മണ്ഡലമാണ് നമ്മുടേതെങ്കിൽ മാറണം എന്നുള്ളതാണ് തീരുമാനം. അപ്പൊ അങ്ങനെയാണെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ഞാനും AN ഷംസീറും തലശ്ശേരിയും മട്ടന്നൂരിലാണ് മത്സരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ പറഞ്ഞ നോംസ് അനുസരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് മാറി പുതിയൊരാൾക്ക് അവസരം കൊടുക്കണം അവിടെ. അതാണ് പാർട്ടിക്കകത്ത് വന്ന ചർച്ച. പിന്നെ ഞാൻ മത്സരിക്കേണ്ടതില്ലേ? അത് ഞാനല്ല തീരുമാനിക്കേണ്ടത്. എൻ്റെ കാര്യത്തിൽ പാർട്ടി തീരുമാനിച്ചതെല്ലാം ഞാൻ അനുസരിക്കുക ചെയ്തത്. ഇപ്പോൾ അതിൻ്റെ ഉദാഹരണത്തിന് 96-ലാണ് ഞാൻ ആദ്യമായിട്ട് MLA ആവുന്നത്. ഞാനന്ന് പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പർ മാത്രമാണ്, മട്ടന്നൂർ ഏരിയ കമ്മിറ്റി മെമ്പർ. തൊട്ടടുത്ത കൂത്തുപറമ്പ് ഏരിയ ഉൾക്കൊള്ളുന്ന മണ്ഡലത്തിൽ, കൂത്തുപറമ്പ് മണ്ഡലത്തിൽ, പഴയ കൂത്തുപറമ്പ്, ഇന്നത്തെ കൂത്തുപറമ്പല്ല, വളരെ സ്ട്രോങ് ഹോൾഡാണ് LDFന്റെ. അവിടെ പിണറായി, PV കുഞ്ഞിക്കണ്ണൻ, ഇങ്ങനെയെല്ലാം ഉള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ മത്സരിക്കുന്ന, നമ്മുടെ PB മെമ്പർമാരൊക്കെ മത്സരിച്ചിട്ടുള്ള മണ്ഡലമാണ്. പാർട്ടി എന്നോട് പറഞ്ഞു അവിടെ പോയി മത്സരിക്കണം എന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞാനൊരു AC മെമ്പർ മാത്രമാണല്ലോ, എന്നിട്ട് ഉറപ്പുള്ള ഒരു മണ്ഡലം അവിടെ ഞാൻ എങ്ങനെയാണ് പോയി മത്സരിക്കുക എന്നുള്ളത്. പക്ഷെ പാർട്ടി തീരുമാനിച്ചു, കാരണം ജില്ല എന്നൊരു സ്ത്രീ ജയിച്ചു വരണം, അതാണ് ആഗ്രഹിച്ചത്. ഞാൻ അവിടെ നിന്ന് മത്സരിച്ച് MLA ആയി. എന്നാൽ അത് കഴിഞ്ഞ് 2011 ഇലക്ഷൻ വന്നപ്പോൾ തുടർച്ചയായിട്ട് ഞാൻ അവിടെ മത്സരിച്ചിട്ടില്ല. ആ തവണ നമ്മുടെ P ജയരാജനാണ് മത്സരിച്ചത്. കാരണം അദ്ദേഹം RSകാരുടെ അതിഭീകര ആക്രമണത്തിന് വിധേയനായി നിൽക്കുന്ന സമയം. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പൊതു അഭിപ്രായം തവണ കൂത്തുപറമ്പിൽ ജയരാജൻ മത്സരിക്കണം എന്നാണ്. ഒരാൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ല. ഒരു സന്ദേശം എന്ന നിലയിൽ, ഒരു സന്ദേശമെന്ന്. കാരണം ഇത്രയും വലിയ കടുത്ത ആക്രമണത്തിന് വിധേയനായ സഖാവിന് ഒരു അംഗീകാരം എന്നുള്ള നിലയിൽ. മാത്രമല്ല അദ്ദേഹം അവിടെ കൂത്തുപറമ്പുകാരനാണ്, അദ്ദേഹം അതിനെ പിന്നെ 100% അർഹനാണ്. അപ്പൊ ജയരാജൻ മത്സരിച്ചു. ഞാൻ തിരിച്ച് സ്കൂളിൽ പോയി ജോയിൻ ചെയ്തു. സ്കൂളിൽ നിന്ന് ലീവ് എടുത്തിട്ടായിരുന്നു ഞാൻ വന്നിരുന്നത്. ഒരു 2.5 വർഷം കഴിഞ്ഞപ്പോൾ പാർട്ടി എന്നോട് പറഞ്ഞു, സ്കൂളിൽ പോയാൽ ശരിയാവില്ല, ഫുൾ ടൈമർ ആവണം പാർട്ടിയുടെ. ഞാൻ ജോലി രാജിവെച്ചു. ഞാൻ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തതാണ്. അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ തെരഞ്ഞെടുപ്പ് വരുമ്പം പാർട്ടി എന്നോട് പറഞ്ഞു, പേരാവൂർ ടഫ് മണ്ഡലമാണ്, നമുക്ക് കിട്ടാത്ത മണ്ഡലമാണ്, അപ്പോൾ പേരാവൂർ പിടിച്ചെടുക്കണം, അതുകൊണ്ട് അവിടെ പിടിച്ചെടുക്കാൻ പറ്റുമോ നോക്കണം എന്ന് പറഞ്ഞു. അതും എനിക്കൊരു അംഗീകാരമാണ്. എന്നെ പോലത്തെ ഒരു ജൂനിയർ ആയിട്ടുള്ള ആള് പാർട്ടിക്കകത്ത്
അവിടെ വളരെ വിഷമമുള്ള ഒരു മണ്ഡലത്തിൽ പോയി നിന്ന് മത്സരിച്ച് നോക്കുക. ഞാൻ പോയി. പിന്നെ പേരാവൂരിനൊരു ഗുണമുണ്ട്. പേരാവൂർ മണ്ഡലത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അവിടെ ഇരിട്ടിക്കടുത്തുള്ള മാടത്തിൽ എന്ന് പറയുന്ന പായം പഞ്ചായത്തിലാണ് ഞാൻ ജനിച്ചത്. അവിടുത്തെ LP സ്കൂളിലാണ് പഠിച്ചത്. ഇരിട്ടി ഹൈസ്കൂളിലാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഒക്കെ നടന്നത്. അപ്പോൾ അന്നത്തെ പേരാവൂർ മണ്ഡലം എന്ന് പറയുന്നത് ഞാൻ അറിയുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ അവിടെ മത്സരിച്ചു. പാർട്ടിയുടെ ആഗ്രഹം പോലെ ഞാൻ ജയിച്ചു. നല്ല വോട്ടിന് ജയിച്ചു. അത് കഴിഞ്ഞ് അതിന്റെ തുടർച്ചയായി പേരാവൂർ തന്നെ മത്സരിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ആ പേരാവൂർ വ്യത്യസ്തമായിരുന്നു. പേരേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് പേരാവൂർ നിയോജക മണ്ഡലത്തിലെ LDFന്റെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള മട്ടന്നൂർ നഗരസഭ, കീഴല്ലൂർ, കൂടാളി, തില്ലങ്കേരി പഞ്ചായത്തുകൾ ഇത് മട്ടന്നൂർ മണ്ഡലത്തിലേക്ക് വന്നു, മണ്ഡലം വിഭജനം വഴി. എന്നിട്ട് നോർത്ത് വയനാടിന്റെ ഭാഗമായിട്ടുള്ള കേളകവും കുട്ടിയൂരും ഇതിന്റെ കൂടെ ചേർന്നു. കൂത്തുപറമ്പ് ഭാഗത്തിന്റെ ഭാഗമായിട്ടുള്ള കണിച്ചാറും ഇതിന്റെ കൂടെ ചേർന്നു. എന്നിട്ടും നല്ലൊരു മത്സരം നടത്തി. അപ്പൊ ഞാൻ MLA ആയിരുന്ന മേഖലയിൽ ഞാൻ ഒരുപാട് വർക്കുകൾ കൊണ്ടുവന്നിരുന്നു. പിന്നെ അന്ന് ഞാൻ ജൂനിയർ ആണെങ്കിലും ഇവിടെ ഗവൺമെന്റിൽ ഇടപെട്ട് ഞാൻ മത്സരിച്ച മണ്ഡലത്തിലെല്ലാം എൻ്റെ കഴിവിന്റെ പരമാവധി അവിടെയുള്ള ആറളം പാലം, ജബ്ബാർ കടവ് പാലം, കാളികയം പാലം, മലയോര ഹൈവേയുടെ തുടക്കം അന്നാണ് കുറിച്ചത്. അതുപോലെ ഒരു പഴശ്ശി ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അന്ന് MLA ആയ സമയത്ത് അവിടെ കൊണ്ടുവന്നിരുന്നു. അപ്പൊ ഇതെല്ലാം കണ്ട് ഈ ആള് മത്സരിച്ച് ജയിച്ചാൽ കുറെ വികസനം കൊണ്ടുവരും എന്നൊക്കെ കരുതി ഞാൻ MLA ആയ മേഖലയിൽ എനിക്ക് നല്ല വോട്ട് കിട്ടി. നന്നായിട്ട് ഞാൻ മുന്നോട്ട് വന്നു. അപ്പുറത്തെ ഭാഗത്തും എന്നോട് നല്ല അനുഭാവപൂർണമായ സമീപനം ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു വന്നു. കാരണം ഇപ്പുറത്തെ വികസനം അവർ കാണുന്നുണ്ട്. ശൈല ടീച്ചർ വന്നാൽ അതുപോലെ ഇപ്പുറത്തും വികസനം ഉണ്ടാകും എന്നുള്ള ഒരു ഭാവം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു അനിഷ്ട സംഭവം അതിനിടയ്ക്ക് ഈ കുട്ടിയൂരുണ്ടായി. ഒരു ആദിവാസി യുവാവ് ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സഹാക്കളുടെ പേരിൽ കള്ളക്കേസൊക്കെ എടുത്തിട്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങളെ വല്ലാതെ ദ്രോഹിച്ചു. പോലീസ് അന്ന് സഖാക്കളെ വല്ലാതെ ഉപദ്രവിച്ചു. ലേശ അലങ്കോലായി തെരഞ്ഞെടുപ്പ്. അപ്പൊ അതുകൊണ്ട് മാത്രമാണെന്ന് പറയുന്നില്ല, എന്തുകൊണ്ടോ ചെറിയൊരു വോട്ടിന് തോറ്റുപോയി. 3400 വോട്ടിനാണ് തോറ്റത്. പിന്നെ അന്ന് കുറച്ച് വോട്ട് പോൾ ചെയ്യാൻ ഞങ്ങൾ ഇത് ബാക്കിയായി പോയി. ഇതിന്റെ എല്ലാം ഫലമായിട്ട് ജയിക്കാമായിരുന്നു, പക്ഷെ ചെറിയൊരു വോട്ടിന് തോറ്റുപോയി എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ പേരാവൂരിൽ ഒരു തവണ ജയിച്ചു. എന്നാൽ പേരാവൂരിൽ തോറ്റു എന്ന് പറയുമ്പോൾ പുതിയ പേരാവൂരിൽ ഇതായി. പക്ഷെ ആ പുതിയ പേരാവൂർ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത മണ്ഡലമല്ല. പിന്നെ അതിനുശേഷം ബിനോയ് കുര്യൻ, സക്കീർ ഹുസൈൻ ഇവരൊക്കെ മത്സരിച്ചപ്പോൾ ഒരു തവണ 6000 താഴെ വോട്ടിനാണ് തോറ്റത്. ഒരു തവണ ഈ പറഞ്ഞതുപോലെ 3100 വോട്ടിനാണ് പരാജയപ്പെട്ടത്. അപ്പോൾ പേരാവൂർ എന്ന് പറയുന്നത് ഇടതുപക്ഷം ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ്. അപ്പൊ പാർട്ടി എന്നോട് പേരാവൂർ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് അത് നിഷേധിക്കാൻ പറ്റും. ജയിക്കുന്ന മണ്ഡലത്തിലെ ഞാൻ മത്സരിക്കുമെന്നോ അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല. അതെല്ലാം മുന്നണിയും പാർട്ടിയും ഒക്കെ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഞാൻ പാർട്ടിക്ക് വേണ്ടി എവിടെയായാലും മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും. മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും ആരോഗ്യമില്ലാത്ത രാഷ്ട്രീയമായിട്ട് എൻ്റെ ബാക്കി പ്രവർത്തനം ചെയ്യും. അതാണ് അച്ചടക്കമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരി എന്നുള്ള നിലയിൽ ഞാൻ സമീപിച്ചിട്ടുള്ള രീതി. അപ്പൊ അതിന് ഒരിക്കലും മാറ്റമില്ല. പക്ഷെ പേരാവൂർ എന്ന് പറയുന്നത് ഇപ്പൊ പേരാവൂർക്കാർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മട്ടന്നൂര് MLA ആയിരിക്കുന്ന സമയത്ത് തൊട്ട് ഇപ്പൊ മട്ടന്നൂർ MLA ആണല്ലോ, എന്തൊക്കെ വികസന പ്രവർത്തനം അവിടെ കൊണ്ടുവരാം. ഇപ്പൊ ഒരു അനുകൂല സാഹചര്യം ഈ 10 വർഷം ഉണ്ടായിരുന്നു. പിന്നെ 1ഉം 2ഉം പിണറായി സർക്കാരിന്റെ കാലത്ത് മിഷനുകളൊക്കെ തുടങ്ങിയത് കൊണ്ട് തന്നെ പണ്ടത്തതിനേക്കാൾ നമുക്ക് നന്നായി വികസന പ്രവർത്തനം കൊണ്ടുവരാൻ സാധിച്ചു. അപ്പൊ ഞാൻ മന്ത്രിയായപ്പോഴാണ് പിന്നെ മട്ടന്നൂർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരു 8 മാസം കൂടി വേണം നിർമ്മാണം പൂർത്തിയാവാൻ. അന്താരാഷ്ട്ര ആയുർവേദ റിസർച്ച് സെന്ററിന്റെ 1ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു. ലോകോത്തര സ്ഥാപനം 300 ഏക്കർ സ്ഥലം അക്വയർ ചെയ്തിട്ട് മട്ടന്നൂർ നഗരസഭയിൽ 50 കിടക്കകളിൽ ഇന്റഗ്രേറ്റഡ് ആശുപത്രി കൊണ്ടുവന്നു. അതിന്റെ പിന്നെ ഭാഗമായിട്ട് തന്നെ തൊട്ടടുത്ത് ഒരു നല്ല കൾച്ചറൽ സെന്റർ, തിയേറ്ററും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിർമ്മാണം നടക്കുന്നു. ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ അത് പൂർത്തിയാകും. അതവിടെ വന്നു എന്നുള്ളത് വലിയ ഇന്റർനാഷണൽ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് 11 ഏക്കർ സ്ഥലം അക്വയർ ചെയ്തു. അവിടെ യോഗ സെന്റർ തുടങ്ങാൻ വേണ്ടി പ്രാഥമികമായിട്ട് പണം വെച്ചിട്ടുണ്ട്. പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കുമ്പോൾ ബാക്കി തുകയും അനുവദിക്കും. അവിടെ റവന്യൂ ടവർ ഉദ്ഘാടനം ചെയ്തു. പിന്നെ ഇപ്പൊ ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ 14 കോടിയുടേത് അത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇങ്ങനെ മണ്ഡലത്തിന്റെ നാനാഭാഗത്തും ഞാൻ വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഇതെല്ലാം കൂടി ഞങ്ങളെ ഹെറിറ്റേജ് ബിൽഡിങ്ങുകൾ സംരക്ഷിച്ചത് ഇതെല്ലാം ചെയ്തു. അത് സ്വാഭാവികമായിട്ടും പേരാവൂരുകാരും അറിയുന്നുണ്ടല്ലോ. അപ്പൊ അത്തരത്തിലൊരു പ്രവർത്തനം
ടീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യുമായിരുന്നു എന്നൊരു ടോക്ക് പൊതുവെ പേരാവൂരുണ്ട്. അല്ല, അത് ടീച്ചറുടെ MLA പ്രവർത്തനം മാത്രല്ലല്ലോ അവര് കാണുന്നത്, ടീച്ചർ അല്ലാതെ തന്നെ നന്നായി വിലയിരുത്തുന്നുണ്ട്. അതെ അതെ അതെ. അപ്പോ അതും എല്ലാം അതിന്റെ കൂടെ ഉണ്ട്. അപ്പോ അങ്ങനെ ഒരു വിജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ് പേരാവൂർ എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ടീച്ചർ മണ്ഡലത്തിലെ വർക്ക് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു ചാനലിൽ വന്ന സർവേയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വനിതാ MLA-മാര്, മണ്ഡലത്തിൽ മികച്ച MLA എന്നുള്ള റാങ്കിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആദ്യത്തെ 2-3 പേരിൽ ആദ്യം നിൽക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് പേരാവൂരല്ല ഏതൊരു മണ്ഡലവും അത്ര ദുഷ്കരമാകുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അതെ, അതൊക്കെ ജനങ്ങൾക്ക് വിട്ടിരിക്കുകയാണ്. അവർക്ക് മനസ്സിൽ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിരഞ്ഞെടുക്കും. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെ പിന്നെ പേരാവൂർ മണ്ഡലത്തിലെ ജനങ്ങൾ, കാരണം എൻ്റെ നാടാണ് പേരാവൂർ, പിന്നെ ഒരു ബന്ധം പേരാവൂരുമായിട്ട് നമ്മളൊരു നാഭീനാള ബന്ധം എന്ന് പറയാറില്ലേ, ആ ഒരു ബന്ധമുള്ള ഒരു നൊസ്റ്റാൾജിയ എപ്പോഴും എൻ്റെ വീട്, എൻ്റെ നാട്, എൻ്റെ കുട്ടിക്കാലം, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും. പ്രായമാകുമ്പോൾ അത് കൂടും, പ്രായമാകുമ്പോൾ അത് അമ്മൂനിപ്പൊ മനസ്സിലാവില്ല, നമുക്ക് പ്രായം കൂടുമ്പോ ആ കുട്ടിക്കാലത്തെ ബന്ധങ്ങൾ. ടീച്ചർ പലതവണ പ്രായമായ കാര്യം പറഞ്ഞു, അങ്ങനെ കാഴ്ചകൾ അനുഭവപ്പെടുന്നില്ല, അത് പറഞ്ഞു പറഞ്ഞ ആളുകളെ കൊണ്ട് തോന്നിപ്പിക്കില്ല. ഇല്ല, മനസ്സിനും ഇതിനും രാഷ്ട്രീയ പ്രവർത്തനത്തിനും ചെറുപ്പം തന്നെയാണ്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നമ്മൾ ഒരു നിശ്ചിത സമയം ആവുമ്പോൾ നമുക്ക് ഈ പഴയ കാലത്തെ ഓർമ്മകൾ കൂടുതൽ ശക്തമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവുന്നല്ല. ഞാൻ എല്ലാം രാവിലെ മുതൽ രാത്രി വരെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മുഴുകി നിൽക്കുന്ന ആളല്ലേ. അങ്ങനെയുള്ള അച്ചമ്മയായി അതാണ്. അങ്ങനെ യാതൊരു ക്ഷീണവും എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഊർജ്ജസ്വലമായിട്ട് തന്നെ പ്രവർത്തിക്കാനുള്ള ഊർജം ശരീരത്തിനും മനസ്സിനും ഉണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പേരാവൂർ വിജയിച്ചു വന്നാൽ ഞാൻ പേരാവൂരിന് വേണ്ടി ഇതുവരെയുള്ള മറ്റ് 3 മണ്ഡലങ്ങളിലും എത്രമാത്രം എൻ്റെ ഊർജ്ജം ചെലവഴിച്ചോ അത് പേരാവൂരിന് വേണ്ടിയും ചെലവഴിക്കും. അതിന് റിസൾട്ട് ഉണ്ടാവുമെന്ന ശുഭപ്രതീക്ഷ എനിക്കുണ്ട്. ഇപ്പൊ പേരാവൂരിനപ്പുറം കേരളത്തിൽ LDF-ന്റെ 3ാം ഭരണം വരും എന്ന് ഉറപ്പിക്കാമോ ടീച്ചർ? തീർച്ചയായിട്ടും എന്തുകൊണ്ട് വരില്ല എന്നുള്ളതാണ്. കാരണം 10 വർഷം എത്ര വലിയ വികസനമാണ് കേരളത്തിൽ നടന്നത്. അതിലെ മുഖ്യമന്ത്രി പിണറായിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിനൊരു ഭാവനയുണ്ട്. വലിയ വലിയ വികസന പ്രവർത്തനങ്ങളും വേണം, ക്ഷേമ പ്രവർത്തനങ്ങളും വേണം. വലിയ വികസന പ്രവർത്തനങ്ങൾ നടന്നാലേ നമ്മുടെ തനതായ വരുമാനം വർദ്ധിക്കുകയുള്ളൂ കേരളത്തിന്റെ. എപ്പോഴും നമുക്കിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ വലിയ സ്വപ്നങ്ങൾ, വിഴിഞ്ഞം പോർട്ട്, നാഷണൽ ഹൈവേ ഇപ്പം പറഞ്ഞല്ലോ, 5400 കോടിയിലേറെ രൂപ കേരള ഗവൺമെന്റ് കിഫ്ബിന്ന് എടുത്ത് ചെലവഴിച്ചിട്ടില്ല എങ്കിൽ അല്ലെ, അവർ പറഞ്ഞല്ലോ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിൽ ഭൂമിക്കൊക്കെ ഭയങ്കര വിലയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഭൂമിയൊന്നും വാങ്ങിയിട്ടൊന്നും ഹൈവേ ഉണ്ടാക്കി തരില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചപ്പോ നമ്മൾ പറഞ്ഞു അങ്ങനെയെങ്കിൽ അങ്ങനെ ഞങ്ങൾ ഭൂമി എടുത്തു തരാം, ഞങ്ങൾക്ക് ഹൈവേ വേണം. ആ ഹൈവേ പൂർത്തിയായി അതിലെ പോകുന്ന ആർക്കെങ്കിലും പിണറായിയെയും ഇടതുപക്ഷ ഗവൺമെന്റിനെയും അഭിനന്ദിക്കാതിരിക്കാൻ പറ്റുമോ? ആ ഗവൺമെന്റിനെ അഭിനന്ദിക്കണമല്ലോ. അപ്പോ അതാണ് വിഴിഞ്ഞം പോർട്ട്. ആകെ ചെലവായ 8000 കോടിയോളം രൂപയിൽ 5000 കോടിയും മുടക്കിയത് കേരളമാണല്ലോ. അതുപോലെയാണ് വലിയ സ്പീഡ് പിന്നെ റെയിൽ, അതുണ്ട് കെ റെയിൽ എന്നൊക്കെ പറഞ്ഞത് അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ വന്ദേ ഭാരത് വന്നപ്പോ തന്നെ എന്തൊരു താല്പര്യമുണ്ട് ആളുകൾക്ക് അതിൽ കയറാൻ. അത് ഈ പഴയ പാളത്തിലൂടെ നല്ല സ്പീഡ് പോകുമ്പോഴുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് പുതിയ ഹൈസ്പീഡ് റെയിൽ വരണം, വളരെ വേഗതയുള്ള ട്രെയിൻ വരണം. അതൊക്കെ പുതിയ തലമുറയുടെ ആവശ്യമാണ്. അതുപോലെ എല്ലായിടത്തും ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടാവുക, അതാണല്ലോ പിന്നെ നമ്മുടെ ഫോണിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇത്രയേറെ ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള ഒരു സംസ്ഥാനം ഏതാ ഉള്ളത്? ഇനിയും വിപുലമാക്കണം അത്. അപ്പോ ഒരു വർത്തമാനകാല സമൂഹത്തിന് ചേരുന്ന വിധത്തിലുള്ള പ്രഖ്യാപനങ്ങളും നടപടികളുമാണ് LDF ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ക്ഷേമ പെൻഷനുകൾ ഇപ്പൊ 2000 ആക്കി, സ്ത്രീകൾക്ക് സുരക്ഷാ പെൻഷൻ നൽകി, ജോലി തേടുന്ന യുവാക്കൾക്ക് കണക്ട് വർക്ക് സ്കോളർഷിപ്പ് നൽകി. ഇങ്ങനെ ക്ഷേമ പ്രവർത്തനങ്ങളും നമ്മൾ തുടരുന്നു. അപ്പൊ ഇതെല്ലാം നിന്നു പോവില്ലേ LDF വന്നില്ലെങ്കിൽ? ആരെങ്കിലും കരുതുന്നുണ്ടോ ലൈഫ് മിഷനിൽ അത്യാവശ്യം വീട് കിട്ടാൻ ബാക്കിയുള്ളവർക്ക് UDF വന്നാൽ കിട്ടുന്നു? അവർ പറഞ്ഞത് ഞങ്ങൾ വന്നാൽ ആദ്യം റദ്ദാക്കുക ലൈഫ് മിഷനാന്ന്. കേട്ടില്ലേ? ഞങ്ങളുടെ ഒരു മിഷനായിരുന്നല്ലോ അത്. ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഈ ആശുപത്രികളെല്ലാം UDF വന്നാൽ ഇന്നത്തെക്കാളും മെച്ചപ്പെടുമെന്ന്? 2016 എന്തായിരുന്നു അവസ്ഥ? അയ്യോ, ആശുപത്രികളിൽ അങ്ങ് കയറാൻ പറ്റാത്ത വിധം മലിനമായി. വളരെ ഞാൻ ഈ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ കയറി ചെന്നിട്ട് നടത്തിയ ഒരു പ്രകടനം ഉണ്ടല്ലോ അന്ന്. അപ്പൊ അതെല്ലാം ഇപ്പൊ ക്ലീൻ ആവുകയും നല്ല കെട്ടിടങ്ങൾ ഉണ്ടാവും, ഉപകരണങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തു. പക്ഷെ ഇപ്പം ആശുപത്രി നന്നായപ്പോൾ ഒരുപാട് ആളുകൾ കൂടുതൽ വരുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ സ്റ്റാഫ് ഷോർട്ടേജ് ഒക്കെ നമുക്ക് അതും പരിഹരിക്കും. LDF ഗവൺമെന്റ് ആണെങ്കിൽ അത് ഉറപ്പായിട്ടും പരിഹരിക്കും.
അപ്പൊ LDF ഉണ്ടെങ്കിലല്ലേ ഈ വക സ്വപ്നങ്ങൾ കാണാൻ നമുക്ക് പറ്റുന്നുള്ളൂ. അതുകൊണ്ട് മൂന്നാമതും LDF വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ടീച്ചർ അതോടൊപ്പം ഇപ്പൊ LDFന്റെ വികസനം മുഴുവൻ ടീച്ചർ ചുരുക്കി പറഞ്ഞുവെങ്കിലും അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസം LDFലെ മുഴുവൻ MLA മാരും പ്രകടിപ്പിക്കുന്നുണ്ട്, പല പ്രവർത്തകരും പ്രകടിപ്പിച്ചു കാണുന്നുണ്ട്. പക്ഷെ അതേസമയം പ്രതിപക്ഷത്ത് നിന്ന് പ്രധാനമായി പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നത് ഇത് യഥാർത്ഥ ഇടതുപക്ഷമല്ല എന്നാണ്. ഒരുപക്ഷെ ഇടതുപക്ഷത്ത് നിന്ന് വിട്ടുപോകുന്ന ആളുകളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പ്രതിപക്ഷം പറയുന്ന ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ നേതാക്കൾ പറയുന്ന കോൺഗ്രസിലെ. അതോടൊപ്പം തന്നെ മറ്റൊന്നും പഴിചാരാൻ ഇടതുപക്ഷ സർക്കാരിൽ കാണാത്തത് കൊണ്ട് ഈ സംഘടന ശക്തിപ്പെടാൻ വേണ്ടിയെങ്കിലും ഇടതുപക്ഷ സർക്കാർ ഇനി വരാതിരിക്കണം എന്നൊരു പ്രചരണവും ഉണ്ട്. ടീച്ചർക്ക് അതെ അതെ, അതായത് നമ്മളെ നോക്കിയിട്ട് നിങ്ങളല്ല എന്നൊരാൾ ഇത് ശൈല ടീച്ചർ അല്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ ശൈല ടീച്ചർ ആണല്ലോ. അത് എന്താണ് ഇടതുപക്ഷം? അത് വളരെ വ്യക്തമല്ലേ. അതായത് വളരെ താഴെ തട്ടിലുള്ള സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളടക്കം കണ്ട് അതിന് പരിഹാരം തേടുന്ന പക്ഷമാണ് ഇടതുപക്ഷം. ഞങ്ങളൊരു സംസ്ഥാന ഗവൺമെന്റ് മാത്രമാണ്. ഇവിടെ ഭരണഘടനയിൽ സോഷ്യലിസം ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ സോഷ്യലിസം പോയിട്ട് ജനാധിപത്യം ഡെമോക്രസി പോലും പൂർണ്ണമാവാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ. ഡെമോക്രസി എന്ന് പറയുന്നത് എല്ലാ പൗരന്മാരുടെയും അവസര സമത്വമാണ്. അതുപോലും ഇന്ത്യയിൽ വന്നിട്ടില്ല. ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന സോഷ്യലിസത്തിന്റെ സാധ്യതയും വന്നിട്ടില്ല. അപ്പോ കേരളം പക്ഷെ വ്യത്യസ്തമാണ്. കേരളം അത് ഉണ്ടാക്കിയെടുക്കാൻ പാടുപെട്ടു. ഞങ്ങൾ ഒരു 30% ആളുകൾ പരമദരിദ്രരായിരിക്കട്ടെ, ബാക്കിയുള്ള ആളുകളുടെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി എന്ന് വെച്ചിട്ടുള്ള ഒരു പ്ലാനിങ് ഒരിക്കലും നടത്തിയിട്ടില്ല. ഇടതുപക്ഷം വന്നപ്പോഴാണ് താഴെ തട്ടിലുള്ള മുഴുവൻ ആളുകളെയും മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതിൽ ആദ്യം റേഷൻ കടകൾ തുടങ്ങിയത്, സബ്സിഡിയോട് കൂടിയുള്ള റേഷൻ AKGയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. നമ്മൾ ജില്ലാ കൗൺസിലിൽ സ്ത്രീകൾക്കടക്കം സംവരണം വേണമെന്നുള്ള കൊണ്ടുവന്നത് 80കളിൽ ജില്ലാ കൗൺസിൽ ആക്ടിന്റെ ഭാഗമായിട്ടാണ്. നമ്മൾ 90കളിൽ സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം കൊണ്ടുവന്നത് താഴെ തട്ടിലുള്ള ആളുകൾക്കടക്കം വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, പ്രായോഗികമായി ഉണ്ടാക്കി കൊടുക്കാൻ. ഭരണഘടനയിലൊക്കെ ഉണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കണമെന്ന്, പക്ഷെ കൊടുത്തിട്ടില്ലല്ലോ. കോൺഗ്രസ് ഭരിക്കുന്നിടത്തും BJP ഭരിക്കുന്നിടത്തൊക്കെ. അപ്പൊ ഇത് നമ്മൾ കരുതിക്കൂട്ടി ചെയ്തതാണ്. കുടുംബശ്രീ ആൾക്കൂട്ടം കൊണ്ടുവന്നത് ഇടതുപക്ഷ ചിന്തയാണ്, സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരുക സമൂഹത്തിലേക്ക് എന്നുള്ളത്. 2016 4 മിഷനുകൾ ഇടതുപക്ഷ കാഴ്ചപ്പാടാണ്. ഹരിത കേരള മിഷൻ, കേരളം മുഴുവൻ ശുചിയാക്കുക, കേട്ടിട്ട് വൃത്തിയാക്കുക, നല്ല ആഹാരം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. അതുപോലെ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, പബ്ലിക് സ്കൂൾ, സാധാരണക്കാരന്റെ കുട്ടികൾ പഠിക്കുന്ന ഗവൺമെന്റ് സ്കൂളുകൾ ഹൈടെക് ആക്കുക എന്ന് വെച്ചാൽ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സൗകര്യങ്ങൾ സാധാരണ കുടുംബത്തിലേക്ക് എത്തിക്കുക എന്നതിന്റെ അർത്ഥം. അത് ഇടതുപക്ഷ കാഴ്ചപ്പാടാണ്. ആശുപത്രികൾ ഹൈടെക് ആക്കുക, വലിയ ഉപകരണങ്ങളും വലിയ എക്യുപ്മെന്റ്സും ഒക്കെ കണ്ടുപിടിക്കുന്ന കാലമാണ്. നമ്മളടുത്ത് പഴഞ്ചനാണ് ഉള്ളത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. അതിനെ ഒന്ന് മാറ്റിയിട്ട് പുതിയ ഉപകരണങ്ങൾ വാങ്ങി സ്ഥാപിക്കുക, വൃത്തിയുള്ള കെട്ടിടങ്ങൾ എടുക്കുക. അതിനാണല്ലോ കിഫ്ബിന്ന് പണം തന്നത്. അത് ഇടതുപക്ഷ കാഴ്ചപ്പാടാണ്. പാവങ്ങൾക്ക്, ഒന്നും ഇല്ലാത്തവർക്ക് ഈ സൗകര്യം അവരുടേതാണെന്ന് തോന്നുക, ഇതെന്റെയും കൂടിയാണ് എന്ന് തോന്നുക. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇടതുപക്ഷത്ത് നോക്കി നിങ്ങളല്ല ഞങ്ങളാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുക? അതാണ് അത്. അവര് ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഒന്നും പറയാനില്ലാത്തപ്പം ഞങ്ങൾ ഇടതുപക്ഷമല്ല എന്നാ അത് ജനങ്ങൾ വിശ്വസിക്കില്ല. അപ്പൊ ജനങ്ങളുടെ വിശ്വാസത്തിലും അനുഭവത്തിലും നിന്നുകൊണ്ട് അവർ ഈ തിരഞ്ഞെടുപ്പിനെ നേരിടും എന്നുള്ള ടീച്ചറുടെ ശുഭാപ്തി വിശ്വാസത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. ന്യൂസ് ടോക്സിലേക്ക് ടീച്ചർ വരുമ്പോൾ എനിക്ക് ഒരു വളരെ ഭയഭക്തി ബഹുമാനത്തോടെ കാണുന്ന ഒരാളെ ലൂസ് ടോക്കിലേക്ക് വിളിക്കുന്നതിലൊക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ ടീച്ചർ വളരെ സിമ്പിൾ ആണെന്ന് മുൻപേ നമുക്കറിയാം. ആ തരത്തിൽ തന്നെ ടീച്ചറോട് സംസാരിക്കാൻ കഴിഞ്ഞതിലെ സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് ടീച്ചർക്ക് എല്ലാ പിന്തുണയും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി.